ഹൈറേഞ്ചിന്റെ തണുപ്പും പച്ചപ്പും നിറഞ്ഞ മൂലമറ്റം ഇടുക്കിയുടെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു കുഗ്രാമമായിരുന്നു ഇവിടം. എന്നാൽ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ വരവോടെ ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറി. നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയൊരു വെല്ലുവിളിയായി. ഇതിനൊരു പരിഹാരമായാണ് സീക്രട്ട് ഹാർട്സ് എന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തുടക്കമിട്ടത്. ഒരു കാലത്ത് എല്ലാ വിഭാഗങ്ങളും സജീവമായിരുന്ന ഈ സ്ഥാപനം ഇന്ന് പ്രധാനമായും മനസ്സിന്റെ താളം തെറ്റിയവർക്കുള്ള അത്താണിയും ഡി അഡിക്ഷൻ സെന്ററായും പ്രവർത്തിക്കുന്നു. പുറമേ നിന്നുള്ള കാഴ്ചയിൽ ആശുപത്രിയാണെന്ന് തോന്നാത്ത വിധത്തിൽ വളരെ അടുക്കും ചിട്ടയുമായി പ്രവർത്തിച്ചു വരുന്ന ആ സ്ഥാപനത്തിന്റെ ഗേറ്റ് കടന്ന് നീളത്തിൽ കിടക്കുന്ന ടാറിട്ട റോഡിലൂടെ ഏകദേശം 50-നടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ കൂടെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനും. പാതിയിലധികവും നരച്ച് പാറിപ്പറന്നു കിടക്കുന്ന മുടിയും കരുവാളിച്ച മുഖവും ഏതാണ് കളറെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത മുഷിഞ്ഞ സാരിയും അവരുടെ ജീവിതത്തിന്റെ ഘടന മനസ്സിലാക്കി തരുന്നതാണ്. കൂടെയുള്ള ചെറുപ്പക്കാരൻ കാഴ്ചയിൽ ഏകദേശം 30-നോടടുത്ത് പ്രായമുള്ള ആരോഗ്യവാനായ ഒരു യുവാവായിരുന്നു. എന്നാൽ അവന്റെ ചേഷ്ടകൾ 5 വയസ്സുകാരന് സമാനം. പിഞ്ചി തുടങ്ങിയ ഒരു 3/4 തുളകൾ വീണ ഹാഫ് സ്ലീവ് ബനിയനുമായിരുന്നു അവന്റെ വേഷം. ആദ്യമായി സ്കൂളിലേക്ക് വരുന്ന കുട്ടിയെപ്പോലെ അവൻ ചുറ്റുമുള്ള മരങ്ങളിലേക്കും ചെടികളിലേക്കും നോക്കിക്കൊണ്ട് നടന്നു. ആ സ്ത്രീ ഇടയ്ക്കിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. അവനാകട്ടെ ആ അന്തരീക്ഷം ഒരുപാട് ഇഷ്ടമുള്ളതുപോലെ ഇടയ്ക്കിടെ ചാടിയും കൈകൊട്ടിയും അവന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. നീണ്ടുകിടക്കുന്ന ടാറിട്ട റോഡ് അവസാനിക്കുന്നത് ചുവന്ന വലിയ അക്ഷരത്തിൽ മെഡിക്കൽ സെന്റർ എന്നെഴുതിയ കെട്ടിടത്തിന്റെ കാർപോർച്ചിലാണ്. അവർ അകത്തേക്ക് കയറി. അമ്മയെ അനുകരിച്ച് അവനും അവന്റെ ചെരുപ്പിടാത്ത കാൽ ചവിട്ടി തൂത്ത് അകത്തേക്ക് കയറി. ചുറ്റും ഗ്ലാസ് കൊണ്ട് മറച്ച ആ വലിയ ഹാളിൽ കടന്നതും AC-യുടെ കുളിർമ അവനെ വല്ലാതെ ആകർഷിച്ചു. കൊച്ചുകുട്ടികളെ പോലെ അവൻ തണുപ്പാസ്വദിച്ചു നിന്നു. പക്ഷേ ആ അമ്മയുടെ ഉള്ളും പുറവും ഒരുപോലെ ചുട്ടുപഴുത്തു തന്നെ നിന്നു. AC-യുടെ കുളിരിലും അവർ വിയർത്തു കുടിച്ചു നിന്നു. അന്വേഷണം എന്നെഴുതിയ ബോർഡ് വെച്ച പാതി ഗ്ലാസ് കൊണ്ട് മറച്ച ചെറിയ മുറിയുടെ മുന്നിലേക്ക് ആ സ്ത്രീ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നടന്നു. കമ്പ്യൂട്ടർ നോക്കി എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയ അവർ പിന്നിൽ നിന്നും ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ആലിസ് ടീച്ചർ. പുഞ്ചിരിയോടെ തന്നെ നോക്കി നടന്നു വരുന്ന ആ പെൺകുട്ടിയെ അവർക്ക് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവും തോന്നിയില്ല. സൗമ്യ, ടീച്ചറിനെ മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ കുട്ടി? ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ എൻ്റെ മനസ്സിൽ ഇടം നേടിയ ചുരുക്കം ചില കുട്ടികളെ ഉള്ളൂ. അതിലും ഏറ്റവും മുന്നിൽ സൗമ്യ ശിവദാസൻ തന്നെയാണ്. കുഴിയിലിറങ്ങിയ നിർജീവമായ അവരുടെ കണ്ണുകളിൽ തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയെ കണ്ടപ്പോൾ ചെറിയൊരു തിളക്കം കടന്നു വന്നു. എന്നാൽ സർവ്വപ്രതാപത്തോടെ ജീവിച്ചിരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ആലീസ് ടീച്ചറുടെ രൂപവും ആ ഭാവവും കണ്ട് സൗമ്യയുടെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു. അതും മറച്ചു വയ്ക്കാൻ അവളെ കൊണ്ടായില്ല. ടീച്ചർ, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കണ്ടിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലീസ് ടീച്ചറുടെ വിദൂര സദൃശ്യം മാത്രമേ ഉള്ളൂ ടീച്ചർക്കിപ്പോൾ. ടീച്ചർ എങ്ങനെ ഇങ്ങനെയൊരു ചിരിക്കാൻ മറന്നുപോയ ആ മുഖത്ത് ചെറു ചിരി തെളിഞ്ഞപ്പോൾ കാലത്തിന് പോലും പുച്ഛം തോന്നി. അത്രയ്ക്കും ദയനീയമായിരുന്നു അവരുടെ പുഞ്ചിരി. അവരുടെ അവസ്ഥ കണ്ട് സൗമ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ രൂപത്തിലും സൗമ്യയ്ക്ക് എങ്ങനെ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു? ഇപ്പോൾ ആർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവാറില്ല. മനസ്സിലായവർ അത് പ്രകടിപ്പിക്കാറുമില്ല. പഠിപ്പിച്ച കുട്ടികളിൽ അധികവും ഇന്ന് നല്ല നിലയിലാണുള്ളത്. പലരോടും സഹായത്തിന് യാചിക്കേണ്ടി വന്നിരുന്നു. എന്നിട്ടും അത്രയും പറഞ്ഞു നിർത്തിയവർ സൗമ്യയെ നോക്കി. നിറഞ്ഞു തൂവിയ കണ്ണുനീർ തുടച്ചവൾ ടീച്ചറെ നോക്കി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ഉച്ചഭക്ഷണം കിട്ടുമെന്ന ഒരേ ഒരു കാരണം കൊണ്ട് സ്കൂളിൽ വന്നിരുന്ന എനിക്ക് ആദ്യമായി ഒരു പുതിയ ഉടുപ്പ് വാങ്ങി തന്നതും വയറു നിറയെ ഭക്ഷണം തന്നതും ടീച്ചറും തോമസ് സാറുമാണ്. ആ നന്ദി എനിക്ക് എന്നും ഉണ്ടായിരിക്കും. എന്നാ കഴിയുന്നത് സഹായം ഞാൻ ചെയ്തു തരും. സൗമ്യയുടെ വാക്കുകൾ കേട്ട് അവളെ നോക്കിയിട്ട് കൂടെ നിന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് മെല്ലെ തലോടി. അവൻ കൊച്ചുകുട്ടിയെപ്പോലെ അവരെ നോക്കി പുഞ്ചിരിച്ചു. സൗമ്യ, എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? കൈകൾ കൂപ്പി നിന്ന് അത്രമേൽ ദയനീയമായ അവരുടെ ചോദ്യം കേട്ട് സൗമ്യ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് നെഞ്ചിൽ വെച്ചു. അതിലുണ്ടായിരുന്നു അവരുടെ മറുപടി. മോളെ, എനിക്ക് അലക്സ് ഡോക്ടറെ ഒന്ന് കാണണം. എത്രയും വേഗം. അതിനൊരു വഴിയുണ്ടാക്കി തരാമോ? അവരുടെ ആവശ്യം കേട്ട സൗമ്യ ചെറുതായി ഒന്ന് ഞെട്ടി. കാരണം ആ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനെ പോലും സ്വന്തം ഇഷ്ടത്തിന് നിർത്താൻ കഴിവുള്ളയാളാണ് അലക്സ് ഡോക്ടർ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ പോലും വളരെ കുറച്ചു തവണകൾ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അത്രയും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള അലക്സ് ഡോക്ടറെ കാണണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെട്ടത്. ടീച്ചർക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയും വേണം. എന്തു ചെയ്യുമെന്ന് യാതൊരു പിടുത്തവും കിട്ടാതെ നിൽക്കുമ്പോഴാണ് കോറിഡോറിൽ കൂടി നടന്നു വരുന്ന സിസ്റ്റർ ഗ്രേസിനെ കണ്ടത്. ടീച്ചറോട് ഒരു നിമിഷം നിൽക്കാൻ ആവശ്യപ്പെട്ട് സൗമ്യ സിസ്റ്ററുടെ അടുത്തേക്ക് ഓടി.
ദൂരെ നിന്നേ തന്നെ നോക്കി ഓടിവരുന്ന സൗമ്യ ശ്രദ്ധിച്ച സിസ്റ്റർ വേഗത്തിൽ തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. കിതച്ചുകൊണ്ട് സിസ്റ്ററുടെ അടുത്തെത്തിയ സൗമ്യ അവരോട് വിനീതമായി ചോദിച്ചു, സിസ്റ്റർ, എനിക്ക് എനിക്ക് ഡോക്ടർ അലക്സിനെ കാണാനൊരു അപ്പോയിൻമെന്റ് തരാമോ? സിസ്റ്റർ സൗമ്യയുടെ ചോദ്യം കേട്ട് അമ്പരപ്പോടെ അവളെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ പറഞ്ഞു, സിസ്റ്റർ, നാട്ടിൽ നിന്ന് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ വന്നിട്ടുണ്ട്. അവരുടെ അവസ്ഥ കണ്ടിട്ട് അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത്. സിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് കിട്ടും. സഹായിക്കണം സിസ്റ്റർ, പ്ലീസ്. കോറിഡോറിനപ്പുറം റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുന്ന മുഷിഞ്ഞ സാരിയുടുത്ത സ്ത്രീയെ ചൂണ്ടി സൗമ്യ പറഞ്ഞത് കേട്ട് സിസ്റ്റർ അവരെ നോക്കി. അടുത്തു വരാൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. പ്രതീക്ഷയുടെ സൗമ്യ പോയ വഴി നോക്കി നിന്ന ടീച്ചർ സിസ്റ്റർ വിളിക്കുന്നത് കണ്ട് വേഗം തന്നെ അവർ മകന്റെ കൈയും പിടിച്ച് വേഗത്തിൽ അവരുടെ അടുത്തെത്തി. അവരുടെ മുഖത്തെ നിസ്സഹായ അവസ്ഥയും കൂടെയുള്ള ചെറുപ്പക്കാരുടെ പെരുമാറ്റവും കണ്ട സിസ്റ്റർ അവരെയും കൂട്ടി OP സെക്ഷനിലേക്ക് പോയി. ഡോക്ടർ ചന്ദ്രശേഖർ എന്ന ബോർഡിന്റെ താഴെയുള്ള വാതിലിൽ 2 തവണ തട്ടിയ ശേഷം സിസ്റ്റർ അവരെയും കൂട്ടി അകത്തേക്ക് കയറി. ഡോക്ടർ ചന്ദ്രശേഖർ എന്നെഴുതിയ നെയിം ബോർഡ് വെച്ച മേശയോട് ചേർത്ത് കിടക്കുന്ന വിസിറ്റേഴ്സ് ചെയറിൽ അവരെ ഇരുത്തി സിസ്റ്റർ ഡോക്ടറെ വിളിച്ചു. പൂച്ചക്കുഞ്ഞ് കരയുന്ന പോലെ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവരുടെ നോട്ടം ചെന്നു. സൈഡിൽ നിന്നും കർട്ടൻ മാറ്റി മെലിഞ്ഞു നീണ്ടൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. അയാളുടെ രൂപവും ശബ്ദവും കേട്ട ആ ചെറുപ്പക്കാരൻ കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു. ടീച്ചർ അവനെ അടക്കിയിരുത്താൻ ശ്രമിക്കും തോറും അവൻ കൂടുതൽ കൂടുതൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. അവൻ ചിരിച്ചോട്ടെ, തടയണ്ട. രൂപത്തിനൊട്ടും ചേരാത്ത പൂച്ചക്കുഞ്ഞു കരയുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം. അദ്ദേഹം സിസ്റ്റർ ഗ്രേസിന്റെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി. ഡോക്ടർ, ഇവർ അലക്സ് ഡോക്ടറുടെ അപ്പോയിൻമെന്റ് വേണമെന്നാ പറയുന്നേ. താങ്കൾക്കറിയാലോ, അദ്ദേഹം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കേസുകൾ മാത്രമേ അപ്പോയിൻമെന്റ് കൊടുക്കൂ. ഡോക്ടർ ഇവരോടൊന്ന് സംസാരിക്കേ. താങ്കളുടെ ഒപ്പീനിയൻ കിട്ടിയാ ഞാനിവരെ അലക്സ് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. സിസ്റ്റർ ഗ്രേസ് പറഞ്ഞത് കേട്ട് സമ്മതത്തോടെ തലകുലുക്കിയ ശേഷം അദ്ദേഹം സിസ്റ്ററോടും സൗമ്യയോടും പുറത്ത് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ടീച്ചർ, ഡോക്ടറോട് സംസാരിക്കേ, ഞങ്ങൾ പുറത്തുണ്ടാവും. സൗമ്യ ടീച്ചറോട് പറഞ്ഞ ശേഷം സിസ്റ്ററുടെ പുറകെ മുറി വിട്ടിറങ്ങി. പുറത്ത് വിസിറ്റേഴ്സിന് ഇരിക്കാനായി ഇട്ടിരുന്ന കസേരകളിൽ ഒന്നിൽ സൗമ്യ ഇരുന്നു. സൗമ്യ, ഡോക്ടർ ചന്ദ്രശേഖർ എന്നാണ് പറയുന്നത് നോക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഡോക്ടറോട് സംസാരിച്ച ശേഷം താൻ ടീച്ചറേയും കൂടി എൻ്റെ ക്യാബിനിലേക്ക് വാ, ഞാനവിടെ ഉണ്ടാവും. സൗമ്യയുടെ അടുത്ത് നിന്നും നടന്നകലുന്ന സിസ്റ്റർ ഗ്രേസിനെ അവൾ നന്ദിയോടെ നോക്കിയിരുന്നു. വലിയ കഷ്ടപ്പാടുകൾക്കിടയിലും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലി കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് കൂടെ പഠിച്ചൊരു കുട്ടിവടി സിസ്റ്റർ ഗ്രേസിനെ പരിചയപ്പെടുന്നതും അവരുടെ സഹായത്തോടെ ഇവിടെ ജോലി കിട്ടുന്നതും. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷവും എല്ലായ്പ്പോഴും സഹായത്തിനായി സിസ്റ്റർ ഗ്രേസ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ തൂവെള്ള വസ്ത്രം പോലെ തന്നെയായിരുന്നു അവരുടെ മനസ്സും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സിസ്റ്ററെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ചന്ദ്രശേഖരന്റെ ക്യാബിനിൽ നിന്ന് ബെൽ ശബ്ദം കേട്ടത്. സൗമ്യ വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. അകത്ത് കണ്ണുനീരോടെ ഇരിക്കുന്ന ടീച്ചറും വിയർത്തു കുളിച്ചിരിക്കുന്ന ഡോക്ടർ ചന്ദ്രശേഖരും കൊച്ചു കുഞ്ഞിനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനും മൂവരെയും മാറി മാറി നോക്കി നിന്ന സൗമ്യയുടെ നേർക്ക് ഡോക്ടർ അലറും പോലെ പറഞ്ഞു, സൗമ്യ, സിസ്റ്റർ ഗ്രേസിനെ വിളിക്കൂ. ഇവരെ എത്രയും വേഗം ഡോക്ടർ അലക്സിനെ കാണിക്കണം. ഡോക്ടർ ചന്ദ്രശേഖർ വിയർത്തു കുളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നത് സൗമ്യ ശ്രദ്ധിച്ചു. എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ വേഗം അവിടെ നിന്നിറങ്ങി ഓടി. സിസ്റ്റർ ഗ്രേസിന്റെ ക്യാബിനായിരുന്നു അവളുടെ ലക്ഷ്യം. കോറിഡോറിലൂടെ ഓടിപ്പോകുന്ന അവളെ ജീവനക്കാരും രോഗികളും എല്ലാം ശ്രദ്ധിച്ചു. അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന വിധത്തിൽ അവൾ ഓടി സിസ്റ്റർ ഗ്രേസിന്റെ ക്യാബിന് മുന്നിലെത്തി. ഡോറിൽ 2 തവണ തട്ടിയ ശേഷം ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. ഓടിക്കിതച്ചുള്ള അവളുടെ വരവ് കണ്ട് സിസ്റ്റർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്താ സൗമ്യ, ഡോക്ടർ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു? ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടയിലും ഒരുവിധം അവൾ പറഞ്ഞു, അവരെ ഡോക്ടർ അലക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കേട്ട സിസ്റ്ററുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ആദ്യം വെപ്രാളപ്പെട്ട് എന്തോ തിരഞ്ഞ അവർ ഫോണിന്റെ റിസീവർ കയ്യിലെടുത്തു. ഇന്റർ കണക്റ്റഡ് ആയ ഫോണിലൂടെ അവൾ ആരോടോ സംസാരിച്ചു. വലതു കൈ ഇടതു കൈക്കുള്ളിൽ വെച്ച് തിരുമ്മിക്കൊണ്ട് ടെൻഷനോടെ നിന്ന് സൗമ്യയെ നോക്കി സിസ്റ്റർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ സൗമ്യ ക്യാബിനിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വേഗത്തിൽ വന്ന വഴിയെ തന്നെ തിരികെ ഓടി. സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടും റിസീവർ താഴെ വെക്കാതെ കുറച്ചുനേരം ആലോചിച്ചു നിന്ന സിസ്റ്റർ റിസീവർ ഫോണിന്റെ മുകളിൽ വെച്ച് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സൗമ്യ അവരെയും കൂട്ടി നടന്നു വരുന്നുണ്ടായിരുന്നു. സിസ്റ്റർ അവരെ കണ്ടതും അടിമുടിയൊന്ന് നോക്കി. അമ്മയാണെങ്കിൽ കാഴ്ചയിൽ തന്നെ അറിയാം, ഒരു സാധു സ്ത്രീ. അവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപദ്രവം ആർക്കുണ്ടാകാൻ പോകുന്നില്ല. കൂടിയുള്ള ചെറുപ്പക്കാരൻ രൂപം കൊണ്ട് ആരോഗ്യവാനാണ്. കുറച്ചധികം ആളുകൾ ഒന്നിച്ചു വന്നാൽ പോലും നേരിടാനുള്ള കായിക ബലമുള്ളവൻ. എന്നാൽ അവന്റെ മനസ്സ് വെറും 5 വയസ്സുകാരൻ്റേത്. അത് ഒറ്റനോട്ടത്തിൽ ആർക്കും മനസ്സിലാവും.
പിന്നെന്തായിരിക്കും ഇവർക്ക് അലക്സ് ഡോക്ടറെ കാണാനുള്ള പ്രത്യേകത? അങ്ങനെ ആലോചിച്ച് നടന്ന സിസ്റ്റർ ഹോസ്പിറ്റലിലെ തന്നെ മറ്റൊരു കോണിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മുറിയുടെ മുന്നിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് സൗമ്യയുടെ ഹൃദയമിടിക്കുന്നത് അടുത്തു നിൽക്കുന്ന ടീച്ചർ പോലും കേട്ടു. ആശുപത്രിയിൽ ജോലിക്ക് കയറിയിട്ട് 3 വർഷമായെങ്കിലും ആദ്യമായാണ് അവൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് അവൾക്കുണ്ടായിരുന്നു. നീണ്ടു കിടക്കുന്ന കോറിഡോറിലൂടെ വേഗത്തിൽ നടന്നു പോകുന്ന സിസ്റ്ററുടെ പിന്നാലെ ഓടിയും നടന്നുമൊക്കെയായി അവരും ആ ഡോറിന് മുന്നിലെത്തി. ഡോക്ടർ അലക്സ് ചെറിയാനെന്ന് എഴുതിയ ബോർഡിന് താഴെയുള്ള ഡോറിൽ 2 തവണ മുട്ടിയ ശേഷം മാറി നിന്ന സിസ്റ്ററുടെ പിന്നിലായി സൗമ്യയും ടീച്ചറും നിന്നു. ടീച്ചറുടെ ഉള്ളം കൈയിൽ അപ്പോഴും ആ ചെറുപ്പക്കാരന്റെ കൈ ഉണ്ടായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോർ മെല്ലെ തുറക്കപ്പെട്ടു. അകത്തുനിന്ന് കുറച്ച് പ്രായം ചെന്നൊരു നഴ്സ് അവരോട് അകത്തേക്ക് കയറി വരാൻ ആവശ്യപ്പെട്ടു. സിസ്റ്റർ മുന്നിലും സൗമ്യ തൊട്ടുപിന്നിലുമായി അകത്തേക്ക് കയറി. തിരിഞ്ഞു നോക്കി സിസ്റ്റർ കൈകാട്ടി വിളിച്ചതും ടീച്ചർ അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി ചെന്നു. നഴ്സ് കാണിച്ചു കൊടുത്ത ചെയറിൽ 4 പേരും ഇരുന്നു. ഡോക്ടർ അലക്സ് ചെറിയാൻ MBBS MD എന്നെഴുതിയ നെയിം ബോർഡ് വെച്ച ടേബിളിൽ അടുക്കി വെച്ച മനഃശാസ്ത്ര രോഗങ്ങളുടെ ബുക്കുകളും ക്രിമിനൽ സൈക്കോളജി ബുക്കുകളും ഉണ്ട്. ടേബിളിൽ അർദ്ധഗോളാകൃതിയിലുള്ള പേപ്പർ വെയിറ്റ് കയ്യിലെടുത്ത് ടേബിളിലൂടെ ഉരുട്ടിക്കളിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. അവരുടെ എതിർവശത്തായി കിടക്കുന്ന ചെയർ ശൂന്യമായിരുന്നു. ഡോക്ടറെ കാണാതെ സൗമ്യയെ നോക്കിയ ടീച്ചറോട് ഇപ്പോൾ വരുമെന്ന് അവൾ ആംഗ്യം കാണിച്ച ഉടനെ ബൂട്ടിട്ട കാലടികൾ അടുത്തടുത്ത് വരുന്ന ശബ്ദം മുഴങ്ങിക്കേട്ടു. മുറിക്കുള്ളിലേക്ക് ആ കാലടി ശബ്ദം കേട്ടു തുടങ്ങിയതും ഘനഗംഭീരമായൊരു ശബ്ദവും അവിടെ മുഴങ്ങി. എന്നതാ കേസമോ ഇത്ര അത്യാവശ്യമുള്ള കേസ്? ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കി. ഇത്രയും സ്ട്രിക്റ്റായ ഡോക്ടർ എന്ന് കേട്ടപ്പോൾ ഏകദേശം 50 വയസ്സോളം പ്രായം വരുന്ന നരകേറിയ ഗൗരവക്കാരനായ ആളെ പ്രതീക്ഷിച്ച സൗമ്യ ഞെട്ടി. കാരണം ഇന്ന് വരെ ഒരു ഫോട്ടോ പോലും അവൾ കണ്ടിരുന്നില്ല. കൺമുന്നിൽ വന്നു നിന്നൊരു ചെറുപ്പക്കാരൻ. കൂടിപ്പോയാൽ 35 വയസ്സുണ്ടാവും. ഇരുനിറത്തിൽ ആരോഗ്യമുള്ള ശരീരവും 5.5 അടിയിലധികം പൊക്കവും ആരെയും ആകർഷിക്കുന്ന മുഖവും എല്ലാം കൊണ്ടും ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ആക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രൂപത്തിന് കൃത്യമായി ചേരുമെന്ന് സൗമ്യയ്ക്ക് തോന്നി. ദേഷ്യക്കാരനെന്ന് പൊതുവെ പറഞ്ഞു കേട്ട ഡോക്ടർ അലക്സ് ഗ്രേ സിസ്റ്ററുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വന്ന് നിന്നപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. അവളുടെ നോട്ടവും നിൽപ്പും കണ്ട സിസ്റ്റർ പറഞ്ഞു, എൻ്റെ മൂത്ത സഹോദരിയുടെ മകനാണ് അലക്സ്. അതിൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് അവനോടും അവൻ എന്നോടും ഉണ്ട്. ഇത് കേട്ട സൗമ്യ തലകുലുക്കി. ഡോക്ടർ അവളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവരുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയെയും ചെറുപ്പക്കാരനെയും ഡോക്ടർ കണ്ടത്. അത്ഭുതമോ പേടിയോ സങ്കടമോ എന്താണ് അപ്പോൾ ഡോക്ടറുടെ മുഖത്തുണ്ടായ ഭാവം എന്നറിയില്ല. ഡോക്ടർ ഓടി വന്ന് ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചു. ആൽവിൻ, ഇത് ആൽവിൻ? ഇവനെന്താ എന്താ ഇങ്ങനെ? എന്തൊക്കെയോ ചോദിക്കാൻ വന്നിട്ടും പാതി വഴിയിൽ വാക്കുകൾ മുറിഞ്ഞുപോയ ഡോക്ടർ മേശപ്പുറത്തിരുന്ന കുപ്പിയെടുത്ത് തുറന്ന് അതിലെ വെള്ളം പകുതിയോളം കുടിച്ചു. കുറച്ചുനേരം ആരും ഒന്നും മിണ്ടിയില്ല. ശേഷം ഡോക്ടർ അവരെയും കൂട്ടി അടുത്ത വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നു. കൂടെ കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ സിസ്റ്ററും സൗമ്യയും. ഡോക്ടർ അലക്സ് അവരെയും കൊണ്ടുപോയത് ഡോക്ടർക്കായി പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലേക്കായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങൾ നിറഞ്ഞ ആ മുറിയുടെ സൈഡിൽ കിടന്ന ലക്ഷറി സോഫ സെറ്റിന്റെ സിംഗിൾ ചെയറിൽ ഡോക്ടർ ഇരുന്നു. വലിയ സെറ്റിയിൽ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് അവരും ഇരുന്നു. ആ ചെറുപ്പക്കാരന്റെ നോട്ടം ഭിത്തിയിലിരിക്കുന്ന വലിയ ടിവിയിലായിരുന്നു. അത് കണ്ട ഡോക്ടർ TV ഓൺ ചെയ്തു. അവൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ടിവിയുടെ മുന്നിൽ പോയി നിന്ന് തുള്ളിച്ചാടി. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ടീച്ചർ അവനെ പിടിക്കാൻ എഴുന്നേറ്റതും ഡോക്ടർ അലക്സ് അവനെ തടഞ്ഞു. അവനതാണ് സന്തോഷമെങ്കിൽ അത് ചെയ്യട്ടെ, തടയാൻ പോകണ്ട. ഡോക്ടർ പറഞ്ഞത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ ടീച്ചർ സോഫയിലിരുന്നു. മുഷിഞ്ഞു പിഞ്ചിയ സാരിയിൽ ഇടയ്ക്കിടെ അവർ കണ്ണുനീർ തുടച്ചു. അവരുടെ രൂപവും ഭാവവും കണ്ട് വിശ്വാസം വരാതെ അവരെ നോക്കിയിരുന്ന ഡോക്ടർ അലക്സ് ചോദിച്ചു, ആൻറ്റി, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ആൽവിൻ്റെ തലകുനിച്ചിരുന്നവർ മറുപടി എന്ന വണ്ണം തലകുലുക്കി. കാര്യം എന്താണെന്നറിയാൻ ഡോക്ടർക്ക് തിടുക്കായി. എന്നാൽ അവർക്ക് പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ചിലപ്പോൾ കൂടെയുള്ളവരുടെ സാന്നിധ്യമാവാം കാരണമെന്ന് ഊഹിച്ച ഡോക്ടർ സിസ്റ്ററെ നോക്കി. ഗ്രേസമ്മേ, തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ. ഇവരോട് സംസാരിച്ചിട്ട് ഞാൻ വിളിപ്പിക്കാം. അപ്പോൾ വന്നാൽ മതി. താനും ഗ്രേസമ്മയുടെ കൂടെ പൊക്കോളൂ. ഡോക്ടർ അലക്സ് പറഞ്ഞത് കേട്ട് സിസ്റ്റർ പോകാൻ എഴുന്നേറ്റു. കൂടെ സൗമ്യയും. ടീച്ചറെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി സൗമ്യ സിസ്റ്റർ പോയ പുറകെ മുറി വിട്ടിറങ്ങി. എല്ലാവരും ഭയപ്പെടുന്ന ഗൗരവക്കാരനായ ഡോക്ടർ അലക്സ് ചെറിയാൻ എന്ന ഭീകര രൂപം നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴേക്കും ആരാധന തോന്നിപ്പോകുന്ന ഒരു മനുഷ്യനായി അവൾക്ക് തോന്നി. തന്റെ തോന്നൽ അവൾ സിസ്റ്ററോട് പങ്കുവച്ചു. ഒരു ശരിയായിരുന്നു സിസ്റ്ററുടെ മറുപടി. DYSP ഓഫീസ്, തൊടുപുഴ. ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പജറോയിൽ നിന്നൊരാൾ പുറത്തേക്ക് ഇറങ്ങി. ബ്ലൂ കളർ ജീൻസും ബ്ലാക്ക് ഷർട്ടും സിന്തറ്റിക് ലെതർ ഷൂസും ധരിച്ചയാൾ താക്കോൽ ചൂണ്ടുവിരലിലിട്ട് കറക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. പുറത്തുനിന്ന പോലീസുകാരൻ അകത്തേക്ക് പോയ അയാളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി.
ആളെ മനസ്സിലാകാതെ നിന്ന കൂടെയുള്ള പോലീസുകാരനോട് അയാൾ കയറിപ്പോയ ആളുടെ പേര് പറഞ്ഞു കൊടുത്തു. ആ കയറിപ്പോയതാണ് ജഗന്നാഥൻ IPS. അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ADGP ആണ്. ആ പേര് കേട്ടതും കൂടെയുണ്ടായിരുന്ന പോലീസുകാരന്റെ കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അറിയാതെ അയാൾ തിരിഞ്ഞു നോക്കിപ്പോയി. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ വാഹനത്തിന്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നൊരാൾ പുറത്തേക്ക് ഇറങ്ങി. അയാളെ കണ്ടതും ജഗനെ തിരിച്ചറിഞ്ഞ പോലീസുകാരൻ ഓടി മുന്നിലെത്തി സല്യൂട്ട് ചെയ്തു. ഇത് കണ്ട കൂടെയുള്ള പോലീസുകാരൻ ആളെ അറിയില്ലെങ്കിലും വന്ന് സല്യൂട്ട് ചെയ്തു. എന്താടോ ഇത്, സിവിൽ ഡ്രസ്സിലുള്ള മേലുദ്യോഗസ്ഥന് സല്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലടോ. പക്ഷെ രുദ്രൻ സാറിനെ ഏത് ഡ്രസ്സിൽ കണ്ടാലും സല്യൂട്ട് ചെയ്യാൻ അഭിമാനമേ ഉള്ളൂ. പുഞ്ചിരിയുടെ അകത്തേക്ക് പോയ ആളെ നോക്കി ആ പോലീസുകാരൻ കൂടെയുള്ള ആളോട് പറഞ്ഞു. ദേ, ആ പോകുന്നതാണ് രുദ്രൻ സാർ, രുദ്രപ്രതാപ വർമ്മ IPS. രുദ്രൻ സാറെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് അദ്ദേഹം തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ സാറെന്താ ഇവിടെ? എടോ, ആ തലവെട്ട് കേസിലെ അത് ക്രൈംബ്രാഞ്ചിൽ വിട്ടത് അറിഞ്ഞില്ലേ? ആ കേസ് അന്വേഷിക്കുന്നത് ജഗന്നാഥൻ സാറാണ്. ഓ, അറിയാത്ത കാര്യം പോലെ. ഇന്നലെ ഉത്തരവ് വന്ന കാര്യം ഈ നാട്ടിലെ പൊടി പിള്ളേർക്ക് പോലും അറിയാം. പിന്നല്ലേ ഒരു പോലീസുകാരനായ എനിക്ക്. ഞാൻ ചോദിച്ചത് രുദ്രൻ സാറിന്റെ കാര്യ. ആ, അതെനിക്കും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. ജഗൻ സാറും രുദ്രൻ സാറും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കാത്തിരുന്നു കാണാം. ഓഫീസിനുള്ളിലേക്ക് കയറി വന്ന ജഗന്നാഥനെ കണ്ട് DYSP ജോൺ കുരുവിള എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. സാർ വരുമെന്ന് അറിയാം, പക്ഷെ ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല. സാർ ഇരിക്കെ, ഞാൻ ഉടനെ തന്നെ ഫയലുകൾ എടുത്തു തരാം. ജോൺ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അയാളെ തടഞ്ഞുകൊണ്ട് ജഗൻ പറഞ്ഞു. ഞാൻ മിനിസ്റ്ററുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം ഒഫീഷ്യലായി വന്ന് ഫയലുകൾ വാങ്ങിക്കോളാം. ഇപ്പോഴത്തെ വിസിറ്റ് തികച്ചും അൺഒഫീഷ്യലാണ്. സാറിനറിയാലോ, നമ്മളെത്ര സിൻസിയറായ കേസ് അന്വേഷിച്ചാലും പോലീസിന്റെ കഴിവില്ലായ്മ മാത്രമേ ആളുകൾ കാണൂ. അത് കെട്ടിത്തുള്ളാൻ കുറേ രാഷ്ട്രീയക്കാരും. ഈ കേസും അങ്ങനെയൊക്കെ തന്നെയാ. അത് സാർ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ഫയലിലുള്ളതിനേക്കാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ ജോൺ, അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജോണിന് അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയണം. മുന്നിൽ കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ജഗൻ പറഞ്ഞത് കേട്ട ജോൺ എതിർവശത്തുള്ള അയാളുടെ കസേരയിൽ ഇരുന്നു. പറയാം സർ. ജഗൻ കസേരയിൽ നിന്നും കുറച്ച് മുന്നോട്ടാഞ്ഞ് മേശപ്പുറത്ത് കൈകൾ വെച്ച് ജോണിനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ജഗന്റെ ചോദ്യം കേട്ട ജോൺ സംസാരിക്കാൻ തുടങ്ങും മുമ്പ് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. യെസ്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അയാളെ കണ്ട് ജോൺ എഴുന്നേറ്റ് നിന്നു. രുദ്രൻ സാർ, ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന രുദ്രൻ ജഗന്റെ തൊട്ടടുത്ത് തന്നെ കസേരയിലിരുന്നു. ജഗൻ സാറിന്റെ കൂടെ രുദ്രൻ സാറും ഉണ്ടോ ഈ കേസിന്റെ അന്വേഷണത്തിന്? DGP തന്ന റിപ്പോർട്ട് പ്രകാരം ജഗൻ സാറിന്റെ പേരെ തന്നുള്ളൂ. അസിസ്റ്റന്റ് ചെയ്യുന്നവരെ കുറിച്ച് പോലും പറഞ്ഞില്ല. ജോൺ ആകാംക്ഷയോട് ചോദിച്ചു. മറുപടി പറഞ്ഞത് ജഗനാണ്. ഹേയില്ലടോ, വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ കൂടിയതാ. പിന്നെ ഈ കേസിൽ അസിസ്റ്റ് ചെയ്യുന്നത് സായി കൃഷ്ണനാണ്. സൈബർ സെല്ലിൽ നിന്ന് ശ്രേയ മോഹൻ, ഫോറൻസിക്കിൽ നിന്ന് നഹാസ് റഹ്മാൻ. അവരൊക്കെ നാളെ ജോയിൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ കേസിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ വേണം. അതിനാണ് തന്നെ കാണാൻ വന്നത്. ജഗൻ പറഞ്ഞു നിർത്തിയതും ജോൺ ഷെൽഫിൽ നിന്നും കുറച്ച് ഫയലുകൾ എടുത്തുകൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ജഗന്റെ എതിർവശത്തായി കസേരയിൽ മേശപ്പുറത്തേക്ക് കൈവച്ചിരുന്നു. അയാളുടെ വാക്കുകൾക്കായി ജഗനും രുദ്രനും കാതോർത്തു. സർ, ഇത് മുഴുവൻ ഈ കേസിന്റെ ഫയലുകളാണ്. ആദ്യത്തെ കൊലപാതകം നടന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിന്റെ അന്വേഷണത്തിന് വന്നത്. അന്നു മുതലുള്ള എല്ലാ വിവരങ്ങളും ഈ ഫയലിലുണ്ട്. മാത്രമല്ല, ആ കേസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വരെ ഞാൻ ശേഖരിച്ചിരുന്നു. എല്ലാം ഇതിന്റെ കൂടെയുണ്ട്. ഓക്കെ ജോൺ, നമുക്ക് ആദ്യത്തെ കേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തേത് റിട്ടയർഡ് ജസ്റ്റിസ് ശർമ്മ സർ. ആദ്യം മുതൽ പറയൂ, ഒരു ഓർഡറിൽ വേണം. മനസ്സിലായി സർ. ആദ്യം അദ്ദേഹം മിസ്സിംഗ് ആണെന്ന് പരാതി കിട്ടിയത് മുതൽ പറയണം, അതല്ലേ? അതെ. കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് ശർമ്മ സാറിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ പരാതി തരുന്നത്. അന്നത്തെ ദിവസം അദ്ദേഹം നേരിട്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നാണ് പരാതി തന്നത്. ആ ദിവസത്തെക്കുറിച്ചും അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് വിശദമായി പറയൂ ജോൺ. പറയാം സാർ. അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഒരു ആക്സിഡന്റ് സ്പോട്ടിലെത്തി. തൊടുപുഴയിൽ നിന്ന് അമിത വേഗത്തിൽ വന്നൊരു ചെറുപ്പക്കാരൻ്റെ ഡ്യൂക്ക് ബൈക്ക് മുട്ടത്ത് നിന്ന് വന്നൊരു ഫാമിലി സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറിലേക്ക് ഇടിച്ചു കയറി. എൻ്റെ മുന്നിലാണ് ആ അപകടം നടന്നത്. ഉടനെ ആംബുലൻസ് വരുത്തി അവരെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല. എങ്കിലും ആ പയ്യന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് സ്ഥലം SIയെ ഏൽപ്പിച്ച ശേഷമാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ശർമ്മ സാറിൻ്റെ മകൻ പ്രണവ് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ ജോയിയുടെ സുഹൃത്താണ് പ്രണവ്. ആ ഒരു ബന്ധം വെച്ചാണ് അവൻ നേരെ എന്നെ കാണാനെത്തിയത്. അന്നേ ദിവസത്തിലേക്ക് പോകാം. DYSP ഓഫീസ് തൊടുപുഴ എന്ന ബോർഡ് എഴുതിയ കെട്ടിടത്തിന്റെ മുന്നിൽ വൈറ്റ് കളർ ബൊലേറോ വന്ന് നിന്നു.
കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് യൂണിഫോം ധരിച്ച DVSP ജോൺ കുരുവിള ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് പാറാവ് നിന്നിരുന്ന പോലീസുകാരൻ സല്യൂട്ട് ചെയ്തു. മുറ്റത്തും വരാന്തയിലുമായി കുറച്ചാളുകൾ നിൽക്കുന്നത് നോക്കി ജോൺ അകത്തേക്ക് കയറി. നീണ്ട വരാന്തയുടെ ഒരു സൈഡിലുള്ള മുറികളിൽ ഒന്നിന്റെ വാതിലിന് പുറത്ത് DVSP എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ആ റൂമിനുള്ളിലേക്ക് കയറി ചെന്ന ജോൺ അയാളെ കാത്ത് കസേരയിൽ അക്ഷമനായി ഇരിക്കുന്ന ഒരു യുവാവിനെ കണ്ട് പുഞ്ചിരിച്ചു. ജോണിനെ കണ്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. ആ പ്രണവ്, കണ്ടിട്ട് കുറച്ചായാലോ, താനെന്താണോ ഇവിടെ? ജോണിന്റെ കുശലാന്വേഷണങ്ങൾ അയാളിൽ അലോസരമുണ്ടാക്കിയതായി തോന്നി. അയാളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ച ജോൺ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. തൊപ്പിയൊരു മേശപ്പുറത്ത് വെച്ച് ജോണും ഇരുന്നു. തനിക്ക് കാര്യമായിട്ടെന്തോ പറയാനുണ്ട് അല്ലേ? മടിക്കണ്ട, പറഞ്ഞോളൂ. സർ, ഇന്ന് രാവിലെ മുതൽ പപ്പ മിസ്സിംഗ് ആണ്. വാട്ട്, മിസ്സിംഗ് ആണെന്നോ? അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും? അല്ല, ഇന്ന് രാവിലെ മുതലെന്ന് പറയുമ്പോൾ ഇപ്പോൾ 11 മണിയല്ലേ ആയിട്ടുള്ളൂ. താനിവിടെ വന്നപ്പോഴോ മറ്റോ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ? നോ സർ, ഒന്നും മനസ്സിലാക്ക്. ആ, ഓക്കെ പ്രണവ്, റിലാക്സ്. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. ശരി, താൻ വിശദമായൊന്ന് പറ. പപ്പ പണ്ട് മുതൽക്ക് എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നയാളാണ്. റിട്ടയർഡ് ആയതിനു ശേഷവും ഒന്നിനും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. രാവിലെ 5 മണിക്ക് നടക്കാനിറങ്ങിയ കൃത്യം 6:30 തിരിച്ചെത്തും. അതാണ് പപ്പയുടെ ശീലം. ഇന്ന് വരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇന്ന് 8 മണി വരെ നോക്കിയിട്ടും പപ്പയെ കാണാത്തത് കൊണ്ട് ഞാനും അനിയനും കൂടി സാധാരണ പപ്പ പോകാറുള്ള വഴിയൊക്കെ പോയി നോക്കി. ഇടയ്ക്കിടെ പപ്പയുടെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. അങ്ങനെ പോയ വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് പപ്പയുടെ ഫോൺ ഞങ്ങൾക്ക് കിട്ടി. റോഡ് സൈഡിൽ നിന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്താണോ? അത് ഓക്കെ പ്രണവ്, താൻ പറഞ്ഞ വഴിയെ നമുക്കൊന്ന് പോയി നോക്കാം. ഫോൺ കിട്ടിയത് എവിടെ നിന്നാണെന്ന് കാണിച്ചു തന്നാൽ മതി. തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് പ്രണവ് എഴുന്നേറ്റു. തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് പ്രണവിനെയും കൂട്ടി ജോൺ പുറത്തേക്ക് നടന്നു. കൂടി 2 പോലീസുകാരെയും കൂട്ടി. ജോൺ ഒഫീഷ്യൽ വാഹനത്തിലും പ്രണവ് അയാളുടെ കാറിലും യാത്ര തിരിച്ചു. മുട്ടം തൊടുപുഴ റൂട്ടിൽ ലൂർദ് ചാപ്പലിന്റെ എതിർവശത്തു കൂടിയുള്ള ഇല്ലേരി റോഡിലേക്ക് വണ്ടി തിരിച്ചു നിർത്തി പ്രണവ് പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ട ജോണിന്റെ വണ്ടിയും അതിനടുത്തായി നിർത്തി. ജോണും 2 പോലീസുകാരും പുറത്തേക്ക് ഇറങ്ങി. പോലീസ് വണ്ടി വന്നത് കണ്ട നാട്ടുകാരിൽ ചിലർ അവിടേക്ക് വരികയും ചുറ്റുവട്ടത്തുള്ളവർ അവിടേക്ക് നോക്കി നിൽക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഇവിടെ വരെയാണ് പപ്പ നടന്നു വരാറ്. ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്കും. അതാണ് പപ്പയുടെ വാക്കിംഗ് റൂട്ട്. ഉം ശർമ്മ സാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ആദ്യം തിരക്കണം, കൂടെയുള്ള പോലീസുകാരനെ നോക്കി പറഞ്ഞു. സാധാരണ ശർമ്മ സാർ നടക്കാൻ വരുമ്പോൾ കാണാറുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. വല്ല പത്രക്കാരനോ പാൽക്കാരനോ അല്ലെങ്കിൽ അതിരാവിലെ തുറക്കുന്ന ചായക്കടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമായി അന്വേഷിക്കണം. അയാൾ ആളുകൾ നിൽക്കുന്നിടത്തേക്ക് പോകുന്നത് കണ്ട് തിരിഞ്ഞ് പ്രണവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു. അവിടെ നിന്നും ഒരു വളവ് തിരിഞ്ഞതും പ്രണവ് റോഡ് സൈഡിൽ കുറച്ച് കരിയില കിടക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. സർ, ഇവിടാണ് പപ്പയുടെ മൊബൈൽ കിടന്നത്. അയാൾ പറഞ്ഞത് കേട്ട ജോൺ അവിടെ മാകി പരിശോധിച്ചു. ഒരു പിടിവലിയുടെയോ അക്രമം നടന്നതിൻ്റെയോ യാതൊരു ലക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നിൽ നിന്നൊരു പോലീസുകാരൻ ഓടി വന്നു. സർ, എല്ലാ ദിവസവും ജഡ്ജി സാറിനെ കാണാറുള്ള ഒരു പത്രക്കാരൻ പയ്യൻ അവിടെ നിൽപ്പുണ്ട്. അവൻ തറപ്പിച്ചു പറയുന്നത് ഇന്ന് സാറിനെ കണ്ടില്ലെന്നാണ്. ആ സർ, അവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇന്ന് ജഡ്ജി സാർ വരുന്ന സമയത്തിന് മുമ്പ് പിൻഭാഗം മുഴുവൻ മറച്ച ഒരു മഞ്ഞ കളർ ഗുഡ്സ് ഓട്ടോ ഇതുവഴി കടന്നുപോയി. അതെന്താടോ ആ വണ്ടിയുടെ കാര്യം മാത്രം ഇത്ര ഓർത്തു പറയാൻ? അതിനൊരു കാരണം കൂടി അവൻ പറഞ്ഞു സാറേ. എന്ത് കാരണം? ആ വണ്ടി കുറച്ച് ദിവസങ്ങളായി ജഡ്ജി സാർ വരുന്ന സമയത്ത് ആ ജംഗ്ഷനിൽ വന്ന് കിടക്കുമെന്ന്. സാറ് തിരിച്ചു പോയി കഴിഞ്ഞ് തിരികെ പോവുകയും ചെയ്യും. ഇന്ന് സാറ് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിർത്താതെ നേരെ ഓടിച്ചു വന്നു. ഈ വളവ് തിരിഞ്ഞ് വണ്ടി നിർത്തിയ ശബ്ദം കേട്ടു. ഉടനെ തന്നെ വണ്ടി മുന്നോട്ട് പോവുകയും ചെയ്തു. മൈ ഗോഡ്! ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ട് ജോൺ ഞെട്ടി. പ്രണവ് നിറഞ്ഞ കണ്ണുകളോടെ ജോണിനെ നോക്കി. ഞെട്ടലോടെ നിന്ന് ജോൺ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് SP ഓഫീസിലേക്ക് വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. ആ പോലീസുകാരൻ കാണിച്ചു കൊടുത്ത പത്രക്കാരൻ പയ്യനോട് ആ ഗുഡ്സ് ഓട്ടോയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. എന്നാൽ അയാളിൽ നിന്ന് മഞ്ഞ നിറത്തിൽ പുറംഭാഗം പൂർണ്ണമായും മറച്ച ഓട്ടോ എന്നതിനപ്പുറം യാതൊന്നും തന്നെ കിട്ടിയില്ല. നമ്പറോ അല്ലെങ്കിൽ ഓടിച്ച ആളെയോ കണ്ടില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. പ്രണവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ജോൺ കൂടെയുള്ള പോലീസുകാരെ ശർമ്മ സാറിന്റെ വീട് വരെ നടന്നുപോയി റോഡിന്റെ ഇരുവശങ്ങളും പരിശോധിക്കാൻ ഏൽപ്പിച്ചു. ആ ഗുഡ്സ് ഓട്ടോ പോയെന്ന് പറയുന്ന വഴിയെ ജോണും സഞ്ചരിച്ചു. ഇടയ്ക്കുള്ള ചെറിയ റോഡുകളിൽ കയറി നോക്കിയെങ്കിലും കാര്യമായൊന്നും കിട്ടിയില്ല. ഇല്ലിയേരി വഴി നേരെ ചെന്ന് കയറിയത് കൊല്ലപ്പള്ളി തൊടുപുഴ റോഡിലാണ്. അവർ ചെന്ന് കയറിയ ഭാഗത്ത് കുറച്ചു മുന്നിലായി തുടങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടം കണ്ടു. അവിടെ നിന്നും CCTV വിഷ്വൽസ് പരിശോധിച്ചതിൽ നിന്ന് അതേ പത്രക്കാരൻ പറഞ്ഞ പോലൊരു ഗുഡ്സ് ഓട്ടോ മെയിൻ റോഡിലേക്ക് കയറി കരിങ്കുന്നം ഭാഗത്തേക്ക് ഓടിച്ചു പോയതായി കണ്ടു. വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് വെറും മഞ്ഞ ബോർഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ജോണിന് കൂടുതൽ സംശയങ്ങൾ നൽകി.
ആ വാഹനത്തിൽ ആരോ അദ്ദേഹത്തെ കടത്തിക്കൊണ്ടു പോയതാണെന്ന നിഗമനത്തിലെത്തി. തിരിച്ചു വന്ന പോലീസുകാർക്കും ആ വഴിയിൽ വേറൊന്നും കിട്ടിയില്ല. റിട്ടയർഡ് ജസ്റ്റിസ് ശർമ്മയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. അന്നത്തെ അന്തിച്ചർച്ചയ്ക്കും മാധ്യമങ്ങൾക്ക് ആ വിഷയം ധാരാളമായി. തുടർന്നുള്ള 6 ദിവസങ്ങൾ എസ് പിക്കു കീഴിൽ എല്ലാ ഉദ്യോഗസ്ഥരും ഓരോ മുക്കുമൂലയും അരിച്ചു പിറക്കിയിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയില്ല. കരിയറിലും ജീവിതത്തിലും യാതൊരു നെഗറ്റീവും ഇല്ലാതിരുന്ന അദ്ദേഹം അനേകായിരം ജനങ്ങളുടെ ആരാധ്യ പുരുഷൻ കൂടിയായിരുന്നു. നിർധനരായ 100-ലധികം കുട്ടികൾ അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നുണ്ട്. അനേകം കുടുംബങ്ങൾക്ക് ഏതു നേരത്തും ആശ്രയത്തിനായി ഓടിച്ചെല്ലാനുള്ള ഒരിടായിരുന്നു ജസ്റ്റിസ് ശർമ്മ എന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ തിരോധാനം ഉൾക്കൊള്ളാനാവാതെ പലരും മുറവിളി കൂട്ടി. അദ്ദേഹത്തെ എത്രയും വേഗം കണ്ടെത്തുക എന്ന ആവശ്യവുമായി എസ് പി ഓഫീസിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും മാർച്ചും ധർണയും നടന്നു. അദ്ദേഹത്തെ കാണാതായ 7-ാം നാൾ മുട്ടത്ത് നിന്ന് മലങ്കരയ്ക്ക് പത്രക്കെട്ടുമായി സൈക്കിളിൽ പോകുകയായിരുന്നു ദിനേശൻ. ഡിസംബർ മാസത്തിലെ മഞ്ഞു പെയ്യുന്ന വെളുപ്പാൻ കാലത്ത് ഒരു ബീഡിയും വലിച്ച് സൈക്കിൾ ചവിട്ടി പോകുന്നതിനിടയ്ക്കാണ് മലങ്കര ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ വെച്ചൊരു രൂപം ദിനേശിന്റെ സൈക്കിളിന് കുറുകെ ചാടിയത്. കണ്ടതൊരു മനുഷ്യരൂപമാണെന്ന് മനസ്സിലാകും മുമ്പേ റോഡ് സൈഡിൽ കിടന്നൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തു. കറുത്ത നിറത്തിൽ പുറകുവശം മുഴുവൻ മറച്ചുള്ള ഒരു ഗുഡ്സ് ഓട്ടോയായിരുന്നു അതെന്ന് ആ വണ്ടി മുന്നോട്ട് പോയപ്പോൾ മാത്രമാണ് അയാൾക്ക് മനസ്സിലായത്. ദിനേശിന്റെ നെഞ്ചിടിപ്പ് നേരെയാവാൻ കുറച്ച് സമയമെടുത്തു. ഇനി പേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലായിടും നോക്കിയിട്ടേ മുന്നോട്ടുള്ളൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ചുറ്റുപാടുമൊന്ന് നോക്കി. ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചം കോളേജിന്റെ ഗേറ്റിൽ പതിഞ്ഞ നിമിഷം അലറി വിളിച്ചുകൊണ്ട് ദിനേശൻ സൈക്കിൾ താഴെയിട്ട് വന്ന വഴി തിരിഞ്ഞോടി. നട റോഡിലൂടെ ഓടിയ ദിനേശൻ എതിരെ വന്നൊരു ലോറിയുടെ മുന്നിലേക്ക് ചെന്ന് വീണു. ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തിയ ഡ്രൈവറും ക്ലീനറും അയാളെ തെറിവിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ദിനേശന്റെ പരവേശവും വെപ്രാളവും കണ്ട് കാര്യം പന്തേരെന്ന് മനസ്സിലായ അവർ അയാൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. ഒരു കുപ്പി വെള്ളം മുഴുവനും കുടിച്ച ദിനേശൻ അവരെ കോളേജിന്റെ നേരെ വിരൽ ചൂണ്ടി കാണിച്ചു. അവിടെ എന്താണെന്ന് നോക്കാൻ ഡ്രൈവറും ക്ലീനറും മുന്നോട്ട് നടന്നപ്പോൾ വേണ്ടെന്ന് തടഞ്ഞ് ദിനേശൻ പിന്നോട്ട് മാറി. അവർ ദിനേശിനെയും വലിച്ചുകൊണ്ട് കോളേജിന്റെ ഗേറ്റിന് മുന്നിലെത്തി. ക്ലീനർ അയാളുടെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തതും അവിടെ കണ്ട കാഴ്ച മൂവരും അലറിക്കരഞ്ഞു. ബഹളം കേട്ട് മലങ്കര ഡാമിലേക്കുള്ള ഗേറ്റിന്റെ കാവൽക്കാർ ഓടിയെത്തി. അവരുടെ കയ്യിലെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ ദൃശ്യം കുറച്ചുകൂടി വ്യക്തമായി. അവരിൽ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞതനുസരിച്ച് പോലീസ് പാഞ്ഞെത്തി. വന്ന പോലീസുകാർ പോലും ഞെട്ടലോടെ മുഖം തിരിച്ചു. അത്രയ്ക്കും ഭയാനകമായിരുന്നു ആ രംഗം. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മലങ്കര എന്നെഴുതിയ കമാനത്തിന് താഴെ വലിയ ഗേറ്റിനോട് ചേർന്ന് ചാരിയിരുത്തിയ നിലയിൽ പൂർണ്ണ നഗ്നനായ ഒരു പുരുഷന്റെ മൃതദേഹം. ശരീരം മുഴുവൻ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ മുറിപ്പാടോടുകൂടിയ ആ ശരീരത്തിൽ നിന്ന് തല മുറിച്ചു മാറ്റി മടിയിൽ വെച്ചിരിക്കുന്നു. കയ്യിൽ നിന്നും കാലിൽ നിന്നും എല്ലാ വിരലുകളും മുറിച്ചു മാറ്റി അടുത്തു തന്നെ നിരത്തി വെച്ചിരിക്കുന്നു. പോലീസ് എത്തിയ ഉടനെ തന്നെ ബോഡി കറുത്ത പ്ലാസ്റ്റിക് കൊണ്ട് മൂടി. ആളുകൾ അടുത്ത് വരാതിരിക്കാൻ കൂടുതൽ പോലീസ് എത്തി വലയം തീർത്തു. ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ്സ് വിദഗ്ധരും അടക്കം വലിയൊരു പോലീസ് പട തന്നെ അവിടെ നിരന്നു. നേരം വെളുക്കു മുമ്പേ തന്നെ സകല മാധ്യമങ്ങളും വന്നു. പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോഡി കാണാതായ റിട്ടയർഡ് ജസ്റ്റിസ് ശർമ്മയുടേതാണെന്ന് കണ്ടെത്തി. പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അവിടെ നിന്നും ആകെ കിട്ടിയ ഇൻഫർമേഷൻ ഏകദേശം 5.5 അടിക്ക് മുകളിൽ ഉയരമുള്ള ആരോഗ്യവാനായ ഒരാൾ. അയാൾ കറുത്ത വസ്ത്രങ്ങളും മുഖം മറയുന്ന വിധത്തിലുള്ള ഹുഡീസും ധരിച്ചിരുന്നു. അയാൾ ഉപയോഗിച്ച വണ്ടി കറുത്ത കളർ ഗുഡ്സ് ഓട്ടോ. അതൊക്കെ ദിനേശൻ എന്ന പത്രക്കാരന്റെ മൊഴിയല്ലേ? മറ്റെന്തെങ്കിലും? ജോണിന് സംശയം തോന്നിയ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് സാർ. ആ ബോഡിയിൽ നിന്ന് കാലിലെ 10 വിരലുകളും കിട്ടി. എന്നാൽ കൈവിരലുകൾ 8 കിട്ടിയുള്ളൂ. ബാക്കി 2 വിരൽ മിസ്സിംഗ് ആണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് കൺക്ലൂഷൻ? ഡോക്ടർ വിവേകാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും ഈ ഫയലിൽ തന്നെയുണ്ട്. അറിയാം ജോൺ, എങ്കിലും താങ്കൾ പറയൂ, എന്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ശരീരത്തിലെ ചെറിയ മുറിവുകളെല്ലാം തന്നെ വിക്ടിം ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഓരോ മുറിവുകളും വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടാക്കിയതാണ്. അതിലൂടെ ഇരയെ മാക്സിമം വേദനിപ്പിക്കുകയാണ് കൊലയാളിയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അധികം ആഴത്തിലല്ലാതെ മുറിവുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലുമാണ് മിസ്സിങ്. ആ വിരലുകൾ മുറിച്ചെടുത്ത മുറിവിലൂടെ രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമായി പറയുന്നത്. ബാക്കി വിരലുകൾ മുറിച്ചെടുത്തത് ഇര മരിച്ചതിന് ശേഷം. ശരീരത്തിലെ രക്തം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. മുതുകത്ത് ശക്തമായ മർദ്ദനേറ്റിട്ടുണ്ട്. ഇരുമ്പ് പോലെ ശക്തമായ എന്തോ കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. നട്ടലിന് പൊട്ടല് വീണിട്ടുണ്ട്. മരിച്ചതിന് ശേഷമാണ് തല വെട്ടിയെടുത്തിരിക്കുന്നത്. ഓ, ഇത്രയും മൃഗീയമായ ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ജോണിന് എന്താ തോന്നുന്നേ? ഒന്നുകിൽ അയാൾ ഒരു മാനസിക രോഗിയായിരിക്കണം, അല്ലെങ്കിൽ അയാളെ അത്രയധികം ദ്രോഹിച്ചൊരു വ്യക്തിയാവണം ഇര.
ഇവിടെ ശർമ്മ സാറിന്റെ കാര്യത്തിൽ അതിനൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല സർ. അങ്ങനെ തീർത്ത് പറയേണ്ട ജോൺ. നമുക്ക് നോക്കാം. ഇതല്ലാതെ വേറെന്തെങ്കിലും കാരണം ജോണിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയത് ഈ 2 കാരണങ്ങളാണ് സർ. ഓക്കെ, ഇനി അടുത്ത കേസിലേക്ക് വരാം. ആരെ, എവിടെ, എപ്പോൾ? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിശദമായി തന്നെ പറയണം. സോറി സർ, അടുത്ത കേസ് എന്റെ പരിധിയിൽ വന്നതല്ല. ശർമ്മ സാറിന്റെ കേസുമായി സാമ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് അന്വേഷണ ചുമതല കിട്ടിയത്. ഇറ്റ്സ് ഓക്കെ ജോൺ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ പറയൂ. അടുത്ത മർഡർ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കൃഷ്ണപ്പടി എന്ന സ്ഥലത്താണ്. വിക്ടിം സന ഗ്രൂപ്പ് ഓണർ ഷാനവാസ്. എങ്ങനെ, എപ്പോൾ? അതൊക്കെ അറിയില്ലേ? ജോണിനെ അറിയുന്നതൊക്കെ പറയൂ. പട്ടാമ്പിയിൽ ചെറുപ്പുളശ്ശേരിക്കടുത്തുള്ള റോഡ്. പാലക്കാട്ടേക്ക് മാനമങ്ങാട് വഴി പെരിന്തൽമണ്ണയ്ക്കും തിരിയുന്ന 2 വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള വണ്ടികളൊക്കെയും പോകുന്ന റോഡ്. പകൽ സമയം തിരക്കേറിയ റോഡ് രാത്രി 10 മണിയോടെ വിജനമായി തുടങ്ങും. പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തുന്നത് കൃഷ്ണപ്പടി എന്ന ചെറിയൊരു ജംഗ്ഷനിലേക്കാണ്. മറ്റു വഴികളിലേക്ക് എളുപ്പവഴിയായതുകൊണ്ട് അതുവഴിയും നിരവധി വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. കൃഷ്ണപ്പടി ബസ് സ്റ്റോപ്പിന്റെ കുറച്ചു മാറിയുള്ള നിസ്കാരപ്പള്ളിയിൽ സുബഹി നമസ്കാരത്തിനായി എത്തിയതാണ് ഷബീറും കസിനും സുഹൃത്തായ വാഹിദും. നിസ്കാരം കഴിഞ്ഞ് നടന്ന റോഡിലൂടെ വരുന്ന വഴിക്കാണ് ബസ് സ്റ്റോപ്പിൽ നിന്നൊരു ഗുഡ്സ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു പോകുന്നത് കണ്ടത്. ആ സമയത്ത് അങ്ങനെ ഒരു വണ്ടി അവിടെ കാണാറില്ലാത്തത് കൊണ്ടാണ് അവരത് ശ്രദ്ധിച്ചതും. ഗുഡ്സ് ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയതും കൊലപാതകവും ബോഡിയുടെ അവസ്ഥയുമെല്ലാം ഒരാഴ്ചയായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയും നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന വാഹിദിന്റെ വാക്കുകേട്ടാണ് ഷബീറും ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ബസ് സ്റ്റോപ്പിന്റെ പരിസരം മുഴുവൻ നോക്കി തുടങ്ങിയത്. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം അത് കണ്ട ഷബീറിന്റെ അലർച്ച കേട്ട് അവിടേക്ക് വന്ന വാഹിദ് ആ രംഗം കണ്ട് ബോധം കെട്ട് വീണു. പള്ളിയിൽ നിന്നിറങ്ങിയ എല്ലാവരും ഷബീറിന്റെ അലർച്ച കേട്ട് അവിടേക്ക് ഓടിയെത്തി. വന്നവരൊക്കെയും ആ കാഴ്ച കണ്ട് മരവിച്ചു നിന്നുപോയി. ബസ് സ്റ്റോപ്പിന്റെ ഭിത്തിയിൽ ചാരിയിരിക്കുന്നൊരു പൂർണ്ണ നഗ്നനായ പുരുഷന്റെ ഡെഡ് ബോഡി. ജസ്റ്റിസ് ശർമ്മയുടേതിന് സമാനമായി ഈ ബോഡിയിലും മുറിവുകളും ബാക്കിയെല്ലാം അതുപോലെ തന്നെ. കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് എത്തി. വിവരം പറഞ്ഞ ജോൺ അവിടെ എത്തുമ്പോഴേക്കും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊണ്ടുപോയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോഡി സന ഗ്രൂപ്പ് ഓണർ ഷാനവാസിന്റെയാണെന്ന് തെളിഞ്ഞു. പൂർണ്ണമായും ജസ്റ്റിസ് ശർമ്മയുടെ കൊലപാതകവുമായി ഒത്തുപോകുന്നത് കൊണ്ടാണ് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജോണിന് കോൾ വന്നത്. തൊടുപുഴയിൽ നിന്ന് ജോൺ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ബോഡി പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പാലക്കാട് ഗവൺമെന്റ് കോളേജിലേക്ക് കൊണ്ടുപോയി. ചെർപ്പുളശ്ശേരി CI ശബരിയുടെ നേതൃത്വത്തിൽ ജോൺ എത്തുന്നതുവരെ ആളുകളുടെയോ മാധ്യമങ്ങളുടെയോ കടന്നുകയറ്റമുണ്ടാകാതെ ആ പ്രദേശം മുഴുവൻ പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി. അവിടെ നിന്നും കിട്ടിയ തെളിവുകൾ കൃഷ്ണപ്പടിയിൽ നിന്ന് അകത്തേക്കുള്ള റൂട്ടിലേക്ക് ഓടിച്ചുപോയ ബ്ലാക്ക് കളർ ഗുഡ്സ് ഓട്ടോ, കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ വഴിക്ക് അന്വേഷണം നടന്നില്ലേ? ഉവ്വ് സർ. കൃഷ്ണപടിയിൽ നിന്ന് മോളൂർ റോഡ് തിരിഞ്ഞു കയറിയാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ തന്നെ വഴി രണ്ടായി തിരിയുന്നുണ്ട്. 2 വഴികളും ചെറിയ റോഡുകളുമായി പിരിഞ്ഞു കിടക്കുന്ന ആ റോഡിൽ നിന്ന് എല്ലാ വഴികളിലും ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. CCTV വിഷ്വൽസ് എടുത്തു. അതിൽ നിന്നും ആ ഗുഡ്സ് ഓട്ടോ കുളപ്പുള്ളി പട്ടാമ്പി മെയിൻ റോഡിൽ കയറിയതായി കാണുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും എങ്ങോട്ട് പോയെന്ന് യാതൊരു വിവരവും ഇല്ല. മറ്റൊരു സ്ഥലത്തും ആ വാഹനത്തിന്റെ വിഷ്വൽസ് കിട്ടിയിട്ടില്ല. ശർമ്മ സാറിന്റെ കൊലപാതക സ്ഥലത്തോ? അതും ബാങ്കിൽ നിന്ന് കിട്ടിയ വീഡിയോ അല്ലാതെ മറ്റൊരിടത്തും ആ വാഹനം കണ്ടിട്ടില്ല. ഈ കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ശർമ്മ സാറിനെ പോലെ കാണാതാകലോ മറ്റോ? ഉണ്ട് സർ. ബോഡി കിട്ടിയതിന് കൃത്യം 7 ദിവസം മുമ്പ് രാവിലെ സുബഹി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ ഷാനവാസ് തിരിച്ചു വന്നിട്ടില്ല. അയാളെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി അയാളുടെ ഭാര്യയും സഹോദരനും നൽകിയിരുന്നു. ഷാനവാസിന്റെ ഫാമിലി ഡീറ്റെയിൽസ്: ഇറച്ചിക്കട നടത്തിയിരുന്ന സാധാരണക്കാരനായ മമ്മാലിയുടെയും ഫാത്തിമയുടെയും 10 മക്കളിൽ 7ാമനാണ് ഷാനവാസ്. ഏറിയ ഭാഗം മലപ്പുറത്തുകാരെ പോലെ ഗൾഫ് ജോലിയാണ് അയാളെയും സാമ്പത്തികമായി ഉയർത്തിയത്. ഭാര്യ സുഹറ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലാണ്. 3 പെൺമക്കളാണ് ഷാനവാസിന്. മൂത്ത മകള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം ഗൾഫിലാണ്. 2ാമത്തെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്നു. 3ാമത്തെ മകൾ സന ഡിഗ്രിക്ക് പഠിക്കുന്നു. അധികനാളും ഗൾഫിൽ തന്നെയാണ് ഷാനവാസ് ഉണ്ടാവുക. മോളുടെ നിശ്ചയം പ്രമാണിച്ച് നാട്ടിൽ വന്നാണ്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് റെഡിയായതിൻ്റെ അന്നാണ് കാണാതായത്. ശത്രുക്കളാരെങ്കിലും? ഇല്ല സാർ. പാവങ്ങളെ സഹായിക്കുന്നത് പുണ്യമായി കണ്ട് ജീവിച്ച ഒരാളാണ് ഷാനവാസ്. അയാളുടെ മക്കളുടെ കല്യാണം പോലും ആർഭാടങ്ങൾക്ക് പകരം നിർദ്ധരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തിയാണ് ആഘോഷിച്ചത്. ഇപ്പോൾ തന്നെ 30ഓളം പെൺകുട്ടിയുടെ വിവാഹം 2ാമത്തെ മകളുടെ വിവാഹത്തോടൊപ്പം നടത്താൻ നിശ്ചയിച്ചതാണ്. അങ്ങനെ ഒരാളെ... ഓക്കെ ജോൺ, ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നട്ടലിന്റെ പൊട്ടലടക്കം എല്ലാം ശർമ്മ സാറിന്റെ കേസിന് സമാനം. ആകെയുള്ള വ്യത്യാസം 4 വിരലുകൾ മിസ്സിംഗ് ആണെന്നതാണ്. മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റായി തോന്നാതിരുന്നത് ചെറിയ കാര്യമായാലും പറഞ്ഞോളൂ.
അത് അങ്ങനെ ചോദിച്ചാൽ ആ PC സുധാകരൻ ഒരു സംശയം പറഞ്ഞിരുന്നു. എന്താണത്? ഞാൻ സുധാകരനെ വിളിക്കാം. സാർ തന്നെ ചോദിച്ചോളൂ. സമ്മതമെന്ന് ജഗൻ തലകുലുക്കി. ജോൺ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചതും ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറി വന്ന് സല്യൂട്ട് ചെയ്തു. ഡോ, താൻ ആ സുധാകരനോട് ഇങ്ങോട്ട് വരാൻ പറയും. അയാൾ സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ 25ഓളം പ്രായമുള്ള യൂണിഫോം ഇട്ട ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു. സല്യൂട്ട് ചെയ്ത് സ്റ്റഡിയായി നിന്നു. ഇതാണോ സുധാകരൻ? പേര് കേട്ടപ്പോൾ ഞാനൊരു പ്രായമായ ആളെയാണ് പ്രതീക്ഷിച്ചത്. അത് അപ്പൂപ്പൻ്റെ പേരാ സാറേ. അച്ഛൻ അപ്പൂപ്പനുള്ള സ്നേഹം കൊണ്ടിട്ടതാ. ഉം. തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാ അതിനെ വിളിപ്പിച്ചേ. പരിഭ്രമത്തോടെ ജോണിനെയും ജഗനെയും മാറി മാറി നോക്കി നിന്ന സുധാകരന്റെ മുഖത്ത് നോക്കി രുദ്രൻ സൗമ്യമായൊന്ന് ചിരിച്ചു. എന്തോ ഒരു ഊർജം കിട്ടിയ പോലെ അവൻ തല ഉയർത്തി നിന്നു. താൻ പേടിക്കേണ്ടടോ, എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ജോൺ അന്വേഷിച്ചിരുന്ന കേസ് ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തതായി അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ആ കേസിലെ ആദ്യത്തെ 2 കൊലപാതകങ്ങൾ, അതായത് ജസ്റ്റിസ് ശർമ്മയുടെയും സന ഗ്രൂപ്പ് ഓണർ ഷാനവാസിന്റെയും കൊലപാതകം കഴിഞ്ഞപ്പോൾ തന്നെ ജോണിന് തോന്നാത്ത എന്തോ ഒരു സംശയം തനിക്കുണ്ടായി എന്ന് കേട്ടു. എന്താണത്? അത് സാ ഞാൻ പേടിക്കാതെ പറയടോ. ഒന്നുമില്ലെങ്കിൽ താനൊരു പോലീസുകാരനല്ലേ? അതിന്റെ ധൈര്യമെങ്കിലും കാണിക്കണ്ടേ? പറയാം സാർ. ശർമ്മ സാറിന്റെ കേസിൽ അദ്ദേഹത്തെ പത്രക്കാരൻ പയ്യൻ കാണും മുമ്പ് തട്ടിക്കൊണ്ടു പോകാമായിരുന്നു. അത്രയും വിജനമായ റോഡല്ലേ അത്. പിന്നെ ആ ദൃക്സാക്ഷി ദിനേശൻ, അയാൾ വരുന്നതിന് മുമ്പോ ശേഷമോ അയാൾക്ക് പോകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ രൂപമോ വണ്ടിയോ ആരും കാണില്ല. പിന്നെ രണ്ടാമത്തെ കൊലപാതകം, ഷാനവാസിന്റെ ബോഡി അവിടെ ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് കൊലപാതകി പോയത്. അല്ലെങ്കിൽ സാക്ഷികൾ പറഞ്ഞ സമയത്ത് ആരെങ്കിലും വണ്ടിയിൽ ഓടിക്കയറിയതായി പറയണമല്ലോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയതേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ശർമ്മ സാറിന്റെ കാര്യത്തിൽ അബദ്ധമാണെന്ന് തോന്നിയാലും ഷാനവാസിന്റെ കാര്യത്തിൽ മനഃപൂർവ്വം നിന്ന് സാക്ഷികളെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയെങ്കിൽ അയാളെന്തോ മനഃപൂർവ്വം മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുന്നതാവില്ലേ? പണ്ട് സാർ അന്വേഷിച്ച പിള്ള സാറിന്റെയും കൂട്ടരുടെയും കൊലപാതകങ്ങൾ ചെയ്ത പോലെ മനഃപൂർവ്വം വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാകാനും ചാൻസ് ഉണ്ട്. വെൽ ഡൺ. സുധാകരൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ വഴിക്ക് അന്വേഷിച്ചില്ലേ ജോണേ? അതും നോക്കിയതാണ് സാർ. നമുക്ക് ആകെയുള്ള ഹിന്റ് ഗുഡ്സ് ഓട്ടോയും മുഖം മറച്ചൊരു ആരോഗ്യവാനായ മനുഷ്യനാണ്. അതും മാറ്റി നിർത്തി നോക്കിയാൽ ഡെഡ് എൻഡ് മാത്രം മുന്നിൽ. ഓക്കെ സുധാകർ, പോയിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ അയാളെ രുദ്രൻ വിളിച്ചു. ഡോ സുധാകര, തൻ്റെ നാടെവിടാ? കൊല്ലത്താണ് സാർ. കൊല്ലം കുണ്ടറ. ഓക്കെ, പോയിക്കോളൂ. അയാൾ പുറത്തേക്ക് പോയപ്പോൾ ജഗൻ രുദ്രനെ നോക്കി പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് രുദ്രൻ കണ്ണുറുക്കി കാണിച്ചു. ജഗൻ വീണ്ടും ജോണിനോട്, ഓക്കെ ജോൺ, ഇനി അടുത്ത കേസിലേക്ക് പോകാം അല്ലേ? ഓക്കെ സർ. അടുത്ത മർഡർ എരുമേലി. വിക്ടിം ഡോക്ടർ ജെയിംസ് മാത്യു, റിട്ടയർഡ് കാർഡിയോളജി സർജൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ. മരണകാരണം കൊലപാതകത്തിന്റെ രീതി എല്ലാം സെയിം ആണോ? അതെ സർ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൊട്ടാരക്കരയിൽ സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാനായി വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മനോജും കൂട്ടുകാരൻ സനീഷും അവരുടെ ഭാര്യമാരും. കല്യാണവും ഫോട്ടോഷൂട്ടും എല്ലാം നല്ല വെടിപ്പായി നടക്കണമെങ്കിൽ വെളുപ്പിനെ തന്നെ അവിടെ ചെന്ന് മറ്റൊരു കൂട്ടുകാരനായ സഞ്ജീവന്റെ വീട്ടിൽ വെച്ച് ഭാര്യമാർക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം വേണം. അതിനാണ് വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ എരുമേലിയിലേക്ക്. അവിടെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന സഞ്ജീവന്റെ അനിയത്തി അവൾ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം. എരുമേലി ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരക്കര റോഡിലേക്ക് തിരിഞ്ഞ് 100 മീറ്റർ മുന്നോട്ട് വന്നാൽ മതി. വീടിന്റെ ലൈറ്റ് ഓൺ ചെയ്തിടാമെന്ന് സഞ്ജീവിന്റെ അനിയത്തി പറഞ്ഞിരുന്നു. അതുകൊണ്ട് നേരെ എരുമേലി ജംഗ്ഷൻ ലക്ഷ്യമാക്കി അവരുടെ വണ്ടി പോയിക്കൊണ്ടിരുന്നു. അവിടേക്കടുക്കുമ്പോൾ ദൂരെ നിന്നേ മനോജ് വ്യക്തമായി കണ്ടു. തെളിഞ്ഞു നിൽക്കുന്ന വഴി ലൈറ്റിന്റെ വെളിച്ചത്തിൽ പൂർണ്ണമായും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് മുഖം മൂടുന്ന വിധത്തിൽ ഹുഡിയിട്ട ഒരാൾ അവരുടെ വണ്ടി വരുന്നത് കണ്ട് സാവധാനം നടന്നു നീങ്ങുന്നത്. അവരുടെ വണ്ടി അടുത്തെത്തിയപ്പോഴേക്കും കൊട്ടാരക്കര റൂട്ടിൽ നിന്നൊരു കറുത്ത കളർ ഗുഡ്സ് ഓട്ടോ പോകുന്നതും കണ്ട മനോജ് ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരുന്ന സനീഷിനെ വിളിച്ചുണർത്തി. വണ്ടി നിർത്തി കാറിലിരുന്ന് തന്നെ ചുറ്റുവട്ടം നിരീക്ഷിച്ചവർക്ക് മുണ്ടക്കയത്തേക്ക് തിരിയുന്ന ഭാഗത്തേക്ക് നായ്ക്കൾ കൂട്ടമായി ഓടിവരുന്നത് കണ്ടു. ഭാര്യമാരെ ഉണർത്താതെ സനീഷും മനോജും പതിയിറങ്ങി അവിടേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച ആരെയും നടുക്കുന്നതായിരുന്നു. പൂർണ്ണ നഗ്നനായ മനുഷ്യന്റെ തല വെട്ടിവെച്ചിരിക്കുന്നു. ഒരു കൂട്ടം നായ്ക്കൾ ആ ശരീരത്തെ കടിച്ചു വലിക്കാൻ തുടങ്ങിയതും നിലവിളിച്ചുകൊണ്ട് മനോജും സനീഷും ഓടി. അവരുടെ ശബ്ദം കേട്ട് പള്ളിയിലും അമ്പലത്തിലും ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തന്മാരും കുറച്ച് നാട്ടുകാരും അവിടേക്ക് ഓടിയെത്തി. എല്ലാവരും ചേർന്ന് നായ്ക്കളെ ഓടിച്ചു. അപ്പോഴേക്കും പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചു. സ്ഥിതിഗതികൾ ഒന്നു തന്നെയായിരുന്നു. അല്ല സർ, പള്ളിയുടെ പരിസരത്ത് നിന്നും അയാൾ വന്നതും വളരെ ശാന്തമായി ഒരു ചാക്കെടുത്തു കൊണ്ടുവന്ന് റോഡിൽ വെച്ച് അതിൽ നിന്നും ശരീരഭാഗങ്ങൾ വളരെ ശാന്തമായി എടുത്ത് അടുക്കി വെച്ച് ചാക്കും മടക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് സാവധാനം നടന്നു പോകുന്നതും ഇടയ്ക്കിടെ തിരിഞ്ഞു ദൂരെ നിന്നും വരുന്ന കാറിലേക്ക് നോക്കുന്നതും
വണ്ടിയിൽ കയറിയിരുന്ന് കാർ അടുത്തെത്തിയപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്നതിനുള്ള ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആളുടെ മുഖം ഒരു കടുകുമണിയോളം പോലും കാണാനില്ല. കറുത്ത മാസ്കും കറുത്ത ഹുഡീസും കൊണ്ട് മുഖം മുഴുവൻ മറച്ചിരുന്നു. കയ്യിൽ റൈഡർമാർ ഉപയോഗിക്കുന്ന പോലത്തെ കറുത്ത ഗ്ലൗസ്, കാലിൽ റോഡ് പണിക്കാർ ഉപയോഗിക്കുന്ന തരം മുട്ടോളമുള്ള കറുത്ത ബൂട്ട്സ്, കറുത്ത പാൻറ്, കറുത്ത ജാക്കറ്റ്. അതാണ് അയാളുടെ വേഷം. ശരീരത്തിന്റെ ഒരു അംശം പോലും പുറത്ത് കാണിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായിരുന്നു? പിന്നെ മിസ്സിംഗ് വിരലുകൾ എത്രയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരേപോലെ തന്നെയാണ്. നട്ടലിന്റെ പൊട്ടൽ പോലും ഒരേ അളവിൽ. ഷാനവാസിൻ്റെത് സമാനമായി 4 വിരലുകൾ മിസ്സിംഗ് ആണ്. വേറെന്തെങ്കിലും? ഇല്ല സാർ, ഈ കൊലപാതകം നടന്ന ശേഷമാണ് സുധാകരൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയതും ആ വഴിക്ക് അന്വേഷണം നടത്തിയതും. ഗുഡ്. ആ അന്വേഷണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല സാർ, ഗുഡ്സോട്ടോ വേറെന്തെങ്കിലും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയതാകാമെന്ന നിഗമനത്തിൽ പഴയ വിഷ്വൽസ് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി. അതിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. കൊല്ലപ്പെട്ട 3 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കും കിട്ടിയിട്ടുമില്ല. ഓക്കെ, ഡോക്ടറെ കുറിച്ച് പറഞ്ഞില്ല. മിസ്സിംഗ് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഡോക്ടറുടെ ഭാര്യ മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഒരു മകളുള്ളത് കാനഡയിൽ ജോലി ചെയ്യുന്നു. അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഡോക്ടറുമായി മകള് പിണങ്ങി. അതിനെ തുടർന്നാണ് ഭാര്യ BP കൂടി കുഴഞ്ഞു വീണ് മരിച്ചത്. അതോടെ മോളുമായുള്ള എല്ലാ കോണ്ടാക്റ്റും നിർത്തി. ആകെയുള്ളത് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കുന്ന സുനി എന്ന ചെറുപ്പക്കാരനാണ്. വീട്ടിലെ പ്ലാവിൽ ചക്കയിടാൻ കയറിയ സുനി മരത്തിൽ നിന്ന് വീണ് 2 കാലും ഒടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അതുകൊണ്ട് ഡോക്ടർ എല്ലാ കാര്യങ്ങളും ധരിച്ചാണ് നോക്കിയിരുന്നത്. ഡോക്ടറെക്കുറിച്ച് വേറെന്തെങ്കിലും? അയാളുടെ സ്വഭാവം, കരിയർ, അങ്ങനെ എന്തെങ്കിലും? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് ഡോക്ടറുടെ. ആരുമായും അധികം അടുക്കാറില്ല. ഒരുതരം ഉൾവലിഞ്ഞ സ്വഭാവം. ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടതായി ആർക്കും ഓർമ്മയില്ല. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ജോലി, അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരാൾ. മിത്രങ്ങളുമില്ല, ശത്രുക്കളുമില്ല. അപ്പോൾ ഡോക്ടറെ നേരത്തെ തന്നെ തട്ടിക്കൊണ്ട് പോയിരുന്നോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ കൊല നടത്തിയ രീതികളെല്ലാം ഒരുപോലെ, അങ്ങനെയല്ലേ? അല്ല സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരാഴ്ച വരെ പഴക്കമുള്ള മുറിവുകളും ബോഡിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും മുൻപത്തെ 2 ബോഡികളിലേത് സമാനമായ ആഴവും നീളവുമുള്ള മുറിവുകൾ. ഇനി അടുത്തതിലേക്ക് പോകാം. ഈ സമയം രുദ്രന്റെ ഫോൺ ശബ്ദിച്ചു. ഫോണെടുത്ത രുദ്രൻ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് പുഞ്ചിരിയോടെ ജഗന് നേരെ നീട്ടി. ഫോൺ കയ്യിൽ വാങ്ങിയ ജഗൻ വേഗം സ്വന്തം ഫോൺ പോക്കറ്റിൽ നിന്നെടുത്തു നോക്കി. 20 മിസ്ഡ് കോൾസ്. രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് ജഗനെ തന്നെ നോക്കിയിരുന്നു. രുദ്രനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ജഗൻ ജോണിന് നേരെ തിരിഞ്ഞു. സോറി ജോൺ, ഒരു മിനിറ്റ്. ജോൺ പുഞ്ചിരിച്ചു. ജഗൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. അച്ഛേ, ഇങ്ങനെ പറ്റിക്കില്ലേ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ മാമനെയും കൂട്ടി പോയിട്ട് ഇത് എവിടാ? അച്ഛയുടെ പൊന്ന് ക്ഷമിക്കടാ. അച്ഛ ഇപ്പോൾ ഒരു കേസിന്റെ കാര്യത്തിന് അത്യാവശ്യമായി തൊടുപുഴ വരെ വന്നതാ. മാമൻ അച്ഛയുടെ കൂടെയുണ്ട്. ഓഹോ, എന്നെ പറ്റിച്ചിട്ട് 2 ആളും കൂടി മുങ്ങിയതാണല്ലേ? ഇനി ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ജഗന്നാഥൻ എന്ന IPSകാരൻ വെറും പൂച്ചക്കുഞ്ഞായി മാറുന്നത് അവിടെയാണ്, കല്ലുമോളുടെ മുന്നിൽ. ഇന്ന് അവളുടെ പിറന്നാളാണ്. അവളെയും കൂട്ടി കറങ്ങാൻ പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷെ കേസിന്റെ കാര്യം തലയിൽ കയറിയ പിന്നെ ജഗനും മറ്റെല്ലാം മറന്നുപോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. മോള് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചത് ജഗന് വിഷമമായി. ഉടനെ തന്നെ ജഗൻ തിരിച്ചു വിളിച്ചു. പക്ഷേ ആരും ഫോൺ എടുത്തില്ല. ജഗൻ ഉടനെ ജിൻഡോയുടെ നമ്പറിൽ വിളിച്ചു. ജിൻഡോ ഫോൺ എടുത്തതും ജഗൻ കാര്യങ്ങൾ ഏതാണ്ട് പറഞ്ഞ് മനസ്സിലാക്കി. ജിൻഡോയെ ഒരു സർപ്രൈസ് പാർട്ടി ആരും അറിയാതെ റെഡിയാക്കാൻ ഏർപ്പാട് ചെയ്ത് ശിവയെ വിളിച്ചു. മോള് വിളിച്ച് ദേഷ്യപ്പെട്ടല്ലേ? നിങ്ങളാണ് അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. ഇവിടെ കിടന്ന് ദേഷ്യവും കരച്ചിലും. എന്തൊക്കെയാ പെണ്ണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നു ഭാര്യയെ, എനിക്കൊന്ന് പറയാൻ സമയം തായോ? പറയ്. ഞാനൊരു രുദ്രനും ഇപ്പോൾ തൊടുപുഴയിലാണ്. വൈകുന്നേരം ഞങ്ങൾ എന്തായാലും തിരിച്ചെത്തും. ഞാൻ വന്നിട്ട് എന്തായാലും പുറത്തു കൊണ്ടുപോകാമെന്ന് മോളോട് പറഞ്ഞാൽ മതി. അവക്കറിയാം ഞാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന്. ഉവ്വ, വാക്ക് പാലിക്കുന്ന ഒരാള്. എനിക്കല്ലേ അറിയൂ. ഒന്ന് പോയേടി. പിന്നെ മോളോട് ഒച്ച വയ്ക്കാനൊന്നും പോയേക്കരുത്. ഉള്ളിൽ കിടക്കുന്ന എൻ്റെ മോന് ചിലപ്പോൾ അതൊക്കെ വിഷമമായാലോ. ഓ, ഒരച്ഛനും മക്കളും. ഞാനൊന്നും മിണ്ടുന്നില്ല. കറക്റ്റ് സമയത്ത് എത്തിയാൽ മതി. ശിവ ഫോൺ വെച്ചതും കള്ളച്ചിരിയോടെ ജഗന്റെ ഉത്തരന് ഫോൺ തിരിച്ചു നൽകി. ജഗന്റെ പുതിയ ഭാവം കണ്ട ജോൺ അത്ഭുതപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ രുദ്രൻ ജഗനെ കളിയാക്കും വിധം പറഞ്ഞു. ജഗന്നാഥൻ IPS നാട്ടിൽ പുലിയാ, പക്ഷെ വീട്ടിൽ വെറും പൂച്ചക്കുട്ടിയാ. ഇവനതൊക്കെ പറയാം. കല്യാണം കഴിച്ച ജോണിന് കാര്യം മനസ്സിലാവും അല്ലേടോ? സത്യാ സാറേ. ഇവിടെ നമ്മുടെ മീശ പിരിച്ച് മസിലൊക്കെ പിടിച്ച് അങ്ങനെ വിറപ്പിച്ച് നിൽക്കും. വീട്ടിലതൊന്നും നടപ്പില്ല. അവിടെ രാജാവ് ഭാര്യയും മക്കളുമാ. നമ്മുടെ പൂച്ചയായേ പറ്റൂ. അതെ അതെ. ഇനി നമുക്ക് കേസിലേക്ക് വരാം. അടുത്ത മർഡർ തിരുവനന്തപുരം ജില്ലയിലെ കോവളം ബീച്ച്. വിക്ടിം തിരുവനന്തപുരത്ത് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് നടത്തുന്ന ബേബി. വിശദമായി പറയൂ ജോൺ. സമയം ഏകദേശം 5:30ആയി.
രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പരാക്രമം കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ഷാജി ബാത്റൂമിലേക്ക് ഓടി. കോവളത്തെ ലൈഫ് ഗാർഡാണ് ഷാജി. കൂടെയുള്ള മറ്റുള്ളവർ ഉണർന്നു വരുന്നതേയുള്ളൂ. രാത്രി ഡ്യൂട്ടിയിലുള്ള സതീശനും രഞ്ജിത്തും ഇറങ്ങിയിട്ടില്ല. ബാത്റൂമിൽ പോയ ക്ഷീണത്തിൽ ഭിത്തിയിൽ താങ്ങി പിടിച്ചിറങ്ങിയ ഷാജി ഭക്ഷണം കഴിച്ച ഹോട്ടലുകാരന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. കടലിൽ നിന്നടിക്കുന്ന തണുത്ത കാറ്റിൽ അയാളുടെ മുണ്ട് പാറിപ്പറന്നു നിന്നു. മുണ്ടും മടക്കി കുത്തി പല്ല് തേച്ചുകൊണ്ട് നിന്ന അയാളെ നോക്കി കുറച്ചു മാറിയുള്ള കല്ലിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നത് പോലെ ഷാജി വ്യക്തമായി കണ്ടു. ലൈഫ് ഗാർഡ് സൈഡ് പോസ്റ്റിന് സമീപത്തുള്ള വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന സോളാർ ലൈറ്റിന്റെ തൊട്ടു താഴെ പൂർണ്ണമായും കറുത്ത വേഷത്തിൽ നിൽക്കുന്ന ആളെ കണ്ട് പെട്ടെന്ന് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കൊലപാതകയെക്കുറിച്ച് ഓർമ്മ വന്ന ഷാജി ഉച്ചത്തിൽ നിലവിളിച്ചു. അയാളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിയെത്തിയപ്പോഴേക്കും കറുത്ത വേഷമിട്ട അയാൾ അവിടെ നിന്നും പോയിരുന്നു. എങ്കിലും വന്നവരിൽ പലരും അയാളെ കണ്ടു. അവിടെ എന്താണെന്ന് ഊഹമുള്ളത് കൊണ്ട് തന്നെ പോയി നോക്കാൻ എല്ലാവർക്കും ഭയം തോന്നി. എല്ലാവരും ഒരുമിച്ച് കൂട്ടമായി പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. പാറക്കെട്ടുകൾക്ക് താഴെ സോളാർ ലൈറ്റിന്റെ തൊട്ടടുത്തായി പാറയിൽ ചാരിയിരുത്തിയ നിലയിൽ പൂർണ്ണ നഗ്നനായ ഒരു പുരുഷന്റെ ബോഡി. തലമടിയിൽ ശരീരത്തിൽ ആകമാനം മുറിവേറ്റ പാടുകൾ. വിരലുകൾ ചെറിയൊരു പാറയുടെ പുറത്തായി അടുക്കി വെച്ചിരിക്കുന്നു. പോലീസെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഇവിടെയും തെളിവുകൾ, സാക്ഷികൾ എല്ലാം ഒരുപോലെയാണോ? തെളിവുകൾ ഒരുപോലെയാണ് സർ. എന്നാൽ സാക്ഷികൾ ലൈഫ് ഗാർഡുകളല്ലാതെ മറ്റൊരാൾ കൂടി അയാളെ കണ്ടു. ഇത്തവണ പക്ഷേ അയാൾ ഗുഡ്സ് ഓട്ടോ ഉപയോഗിച്ചിട്ടില്ല. തട്ടുകട നടത്തുന്ന ദേവകി എന്നൊരു അമ്മൂമ്മയും കാലില്ലാത്തൊരു അപ്പൂപ്പനും. അവരുടെ കട വെളുപ്പിന് 5 മണിക്ക് തുറക്കും. അന്നവർ കട തുറക്കുന്ന നേരത്തോ അതിനുശേഷമോ പരിചയമില്ലാത്ത ആരും അതുവഴി ഇറങ്ങിപ്പോയതായി കണ്ടിട്ടില്ല. പക്ഷേ 5:30 മണിക്ക് ശേഷം കറുത്ത കോട്ടും കറുത്ത പാൻറ്റും ഇട്ടൊരു ചെക്കൻ അതുവഴി നടന്നു പോകുന്നത് കണ്ടതായി അവർ പറഞ്ഞു. ചെക്കനെന്ന് പറയുമ്പോൾ ഏകദേശം പ്രായമോ രൂപമോ അങ്ങനെ എന്തെങ്കിലും? അവര് മുഖം കണ്ടിട്ടില്ല സർ. പിന്നെ അവരെ നടപ്പും രീതികളും കണ്ടിട്ട് 25 മറ്റോ പ്രായം കാണുമെന്നാണ് അവരുടെ മൊഴി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ചെറിയ പയ്യന്മാർ കൊണ്ട് നടക്കുന്ന ചെകുത്താന്റെ മുഖം പോലുള്ള ബൈക്കിൽ ആ ചെക്കൻ കയറിപ്പോയെന്ന്. ചെകുത്താന്റെ മുഖം പോലെയോ? ഓ, MT. വേറെന്തെങ്കിലും അയാളെക്കുറിച്ചോ മറ്റോ? പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. ഭീമാപള്ളി ഭാഗത്ത് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് നടത്തുന്ന ബേബി. ആളൊരു ശാന്തപൊട്ടാണ് സാറേ. അങ്ങനൊന്നും പറയാതെടോ. ട്രാൻസ്ജെൻഡർ. അതാ ശരി. അല്ല സാർ, അവൻ പുരുഷനാണ്. കല്യാണം കഴിച്ച 2 പിള്ളേരും ഉണ്ട്. പണ്ടൊക്കെ നാടകം കളിക്കാൻ പോയിരുന്നു. സ്ഥിരമായി കിട്ടുന്നത് പെൺവേഷം. അവൻ്റെ അമ്മ ഡാൻസ് ടീച്ചറോ മറ്റോ ആയിരുന്നു. അവനും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൂടി നടപ്പിലെന്തോ വശപ്പിശക്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? മറ്റുള്ളവരെ പോലെ പറയത്തക്കതായി ഒന്നും തന്നെയില്ല. ഒരു സാധാരണക്കാരൻ. ഭാര്യ സുഷമ, വീട്ടമ്മയാണ്. 2 മക്കൾ, അരുൺ, അനൂപ്. രണ്ടും വെറുതെ കറങ്ങി നടപ്പും വെള്ളമടിയുമൊക്കെയായി നടക്കുന്നു. ശത്രുക്കളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഒരു കൊലപാതകം ചെയ്യാനും മാത്രം ശത്രുതയുള്ള ആരുമില്ല. കൂട്ടുകാരെല്ലാം ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെ. അയാളെയും കുറച്ച് ദിവസമായി കാണാനില്ലെന്ന് മക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആസ് യൂഷ്വൽ നട്ടലിൻ്റെ പൊട്ടലടക്കം എല്ലാം സെയിം. മിസ്സിംഗ് വിരലുകൾ? 5 വിരലുകൾ മിസ്സിംഗ് ആണ് സർ. വേറെന്തെങ്കിലും വിവരങ്ങൾ? ഇല്ല സർ, എല്ലാം സെയിം തന്നെ. ഇനിയൊരു കൊലപാതകം കൂടിയുണ്ട് അല്ലേ? അതെ സർ. ഇതുവരെ 5 കൊലപാതകങ്ങളാണ് നടന്നത്. അവസാനം നടന്ന കൊലപാതകത്തിന് ശേഷം 30 ദിവസമായിരിക്കുന്നു. മുൻപുണ്ടായ കേസുകൾ വെച്ച് നോക്കുമ്പോൾ ഓരോ കൊലപാതകം നടന്ന് 3-4 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത കൊലപാതകം കഴിഞ്ഞിരിക്കും. പക്ഷേ ഇത്രയും ദിവസമായിട്ടും അനക്കമൊന്നുമില്ലെങ്കിൽ ഒന്നുകിൽ കൊലപാതകം ചെയ്ത ആളുടെ പ്രതികാരം തീർന്നു, അല്ലെങ്കിൽ ഇനി അയാൾക്ക് കൊല്ലാനുള്ള ആളെ ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തു തന്നെയായാലും നമുക്ക് തലവേദന തന്നെ. അത് ജോൺ പറഞ്ഞത് കറക്റ്റ്. പിന്നെ ഇതുപോലെ ചില കീറാമുട്ടി കേസുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ക്രൈം ബ്രാഞ്ചുകാരും ജീവിച്ചു പോകുന്നേ. ഇനി അടുത്ത മർഡർ വിശദമായിട്ട് പറ. അടുത്ത മർഡർ 5ാമത്തെ മർഡർ. ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടി. വിക്ടിം മുൻ MLA സത്യശീലന്റെ അനിയൻ സുശീലൻ. നല്ല പേര് തന്നെ. അതും അയാൾക്കിടാൻ പറ്റിയ പേര്, സത്യശീലൻ. രുദ്രൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ജഗനും ജോണും ചിരിച്ചു. തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് 4 വഴികളാണുള്ളത്. അതിൽ 2 വശങ്ങളിലേക്ക് പോകുന്നത് ആലപ്പുഴ വെളിയനാട് ഹൈവേ ആണ്. ഒരു വശത്തേക്ക് വലിയകുളം തിരുവമ്പാടി റോഡ്, മറ്റൊരു വശത്തേക്ക് തിരുവമ്പാടിയിലെ ഉൾപ്രദേശത്തേക്കുള്ള റോഡ്. വെളുപ്പിന് തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് വലിയകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന പാൽവണ്ടിയുടെ ഡ്രൈവറാണ് തമിഴനായ സെൽവൻ. അയാൾ രാവിലെ പോകുമ്പോഴാണ് ദൂരെ റോഡിന്റെ നടുക്കൊരാൾ നിൽക്കുന്നത് കണ്ട് വേഗത കുറച്ചത്. കാരണം അയാൾ ഇട്ടിരിക്കുന്നത് പൂർണ്ണമായും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു. എന്നാൽ അയാളുടെ മുഖം കാണാൻ പറ്റാത്ത വിധം മറച്ചിരുന്നു. ദിവസേന വാർത്തകളിൽ കേട്ട രൂപം മുന്നിൽ കണ്ടപ്പോൾ സെൽവൻ വിറങ്ങലിച്ചു.
വണ്ടി നിർത്തുന്നത് പന്തിയല്ലെന്ന് കണ്ട് സ്പീഡ് കൂട്ടാൻ തുടങ്ങിയ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ ഗുഡ്സ് ഓട്ടോ ഇടറോഡിൽ നിന്ന് ഇറങ്ങി വന്നു. അയാളെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇറങ്ങി വന്ന ആ വണ്ടിയിൽ ഡ്രൈവർ ഇല്ല എന്നുള്ളതാണ്. ഇനിയും സ്പീഡിൽ പോയാൽ ആ വണ്ടി ഇടിച്ച് തെറിപ്പിക്കും. പക്ഷെ ഇതിനോടകം പേടി അയാളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. സെൽവന്റെ വണ്ടി അടുത്തെത്തും മുൻപേ ആ ഗുഡ്സ് ഓട്ടോ എതിർവശത്തുള്ള മറ്റൊരു ഇടറോഡിലേക്ക് കയറിപ്പോയി. പേടിച്ചു വിറച്ച സെൽവൻ എന്തു ചെയ്യണമെന്നറിയാതെ വണ്ടി നിർത്തി. ഇറങ്ങി നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് വേഗം വണ്ടിയെടുത്ത് സ്ഥലം വിടാന്ന് കരുതി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും മുന്നിലൊരു പോലീസ് വണ്ടി വന്ന് നിന്നു. എന്താടാ ഇവിടെ കിടന്ന് പരങ്ങുന്നേ? വണ്ടി എന്തിനാ നടറോടി നിർത്തിയേ? നിനക്ക് സൈഡ് ചേർത്ത് നിർത്താൻ മേലേ? സാറേ ദേ അവിടെ. എന്താടാ കിടന്ന് കാറുന്നേ? അവിടെ എന്താ? സാറേ ആ മറ്റവൻ ഇവിടെ. നീ വെള്ളം അടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? ചുമ്മാ കിടന്ന് ബബ്ബബ്ബ കാര്യം പറയടാ. സെൽവന്റെ പേടിച്ച മുഖഭാവവും വിറയിലും കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയ പോലീസുകാരിൽ ഒരാൾ ഇറങ്ങി സെൽവന്റെ വണ്ടിയുടെ അടുത്തെത്തി. അയാൾ ക്ഷമയോടെ സെൽവനെ പുറത്തേക്ക് ഇറക്കി സമാധാനത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്താ നിന്റെ പേര്? സെൽവൻ. തമിഴനാണോ? അതെ സർ. എത്ര വർഷമായി ഇവിടെ? 13 വർഷമായി സർ ഞാനിവിടെ വണ്ടി ഓടിക്കുന്നു. നിന്റെ മലയാളം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നീ ഇവിടെ കുറെ കാലമായെന്ന്. ആ പോലീസുകാരന്റെ സമാധാനപരമായ പെരുമാറ്റം സെൽവനും ആശ്വാസമായി. ഇനി പറ സെൽവ, എന്താ നീ ഇവിടെ വണ്ടി നിർത്തിയേ? നീ എന്ത് കണ്ടിട്ടാ ഇത്രയും പേടിച്ചേ? അത് സാറേ ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കറുത്ത പാൻറ്റും കറുത്ത ജാക്കറ്റും കറുത്ത കയ്യുറയും ഷൂസും ഒക്കെ ഇട്ട ഒരാൾ. പേടിച്ചു പോയ ഞാൻ വണ്ടിയുടെ വേഗത കുറച്ചു. പെട്ടെന്ന് ഈ വഴി കൂടി ഒരു കറുത്ത ഗുഡ്സ് ഓട്ടോ ഇറങ്ങി വന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ലായിരുന്നു. ഇവിടെ നിന്ന് അയാൾ ആ വണ്ടിയിൽ കയറി അതുവഴി ഓടിച്ചുപോയി. പത്രത്തിലും ടിവിയിലും അയാളുടെ വാർത്തയല്ലേ സാറേ? ഞാനാകെ പേടിച്ചുപോയി സാർ, അതാ. ഓക്കെ, താനിവിടെ നിൽക്ക്, എങ്ങും പോവരുത്. സാർ വണ്ടിയിൽ പാലാണ്, സമയത്ത് പോയി എത്തിച്ചില്ലെങ്കിൽ കേടായി പോവും. എൻ്റെ ജോലി പോകും സാറേ. ആ പോലീസുകാരൻ വണ്ടിയുടെ അടുത്തേക്ക് പോയി അവരോട് കൂടി സംസാരിച്ച് തിരികെ വന്നു. തൻ്റെ ലൈസൻസ് കയ്യിലുണ്ടോ? ഉണ്ട് സാർ. സെൽവൻ ലൈസൻസ് എടുത്ത് പോലീസുകാരൻ്റെ കയ്യിൽ കൊടുത്തു. ഈ സമയം കൊണ്ട് വണ്ടിയിലിരുന്ന പോലീസുകാർ വയർലെസ് വഴി സന്ദേശം കൈമാറി കഴിഞ്ഞിരുന്നു. ആ ഇടറോഡ് ചെന്ന് ചാടാൻ വഴിയുള്ള എല്ലാ റോഡുകളിലും കനത്ത ചെക്കിംഗ് ഏർപ്പെടുത്തി. ഒരു സംഘം പോലീസുകാരും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അപ്പോഴേക്കും സെൽവന്റെ ഒറിജിനൽ ലൈസൻസ് വാങ്ങിവെച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ നിർദ്ദേശം കൊടുത്ത് അയാളെ പറഞ്ഞയച്ചു. സെൽവന്റെ കൂടെ നിന്ന പോലീസുകാരനൊഴികെ ബാക്കിയുള്ള പോലീസുകാർ വണ്ടിയിൽ ഇതിനോടകം തന്നെ സെൽവൻ ചൂണ്ടിക്കാണിച്ച വഴിയെ പോയിരുന്നു. പുതുതായി വന്ന വണ്ടിയിലെ പോലീസുകാരും സെൽവനോടൊപ്പം നിന്ന പോലീസുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോഡി കിട്ടി. അവിടെയും മറ്റു സ്ഥലങ്ങളിലെ പോലെ തന്നെ നിറയെ മുറിവുകളുള്ള നഗ്നനായി ചാരിയിരിക്കുന്ന ബോഡി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സെയിം. വിരലുകൾ 6 മിസ്സിംഗ്. ആളെക്കുറിച്ച്? പേര് സുശീലൻ, മുൻ MLA സത്യശീലന്റെ ഏക സഹോദരൻ. നിലവിലുള്ള പ്രമുഖ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി തുടങ്ങിയ ചേട്ടനൊപ്പം മുഴുനീള രാഷ്ട്രീയ പ്രവർത്തനം. ആളത്ര വെടിപ്പല്ല. കള്ളുകുടി, അടിപിടി, കത്തിക്കുത്ത്, പെണ്ണ് കേസ് എന്ന് വേണ്ട എല്ലാ ദുശീലങ്ങളുമുള്ള സുശീലൻ. ഇടയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷനും അനുസരിച്ച് ഗംഭീരമായി അങ്ങ് തോറ്റു. ആഹാ, കൊള്ളാലോ ദുശീലൻ. അയാൾക്ക് ശത്രുക്കളാണെങ്കിലും? മിത്രങ്ങളെക്കാളും ശത്രുക്കൾ തന്നെയാണ് കൂടുതൽ. കൊല്ലാൻ പോലും മടിയില്ലാത്ത ഗുണ്ടകൾ വരെ ശത്രുക്കളുടെ ലിസ്റ്റിൽ വരും. സസ്പെക്ട് ചെയ്യാവുന്ന ആരെയും കിട്ടിയില്ലേ? ഇല്ല സർ. അന്വേഷണത്തിൽ മിക്കവാറും എല്ലാവരെയും ചോദ്യം ചെയ്തിരുന്നു. കൊല്ലാനുള്ള കാരണവും ഉണ്ടായിരുന്നു. പലരും സ്കെച്ച് തയ്യാറാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ അവർക്കൊന്നും അവനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമായിരുന്നു. ആ വഴിക്ക് പോയ പോലീസുകാർക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സർ. അയാൾ വല്ല മാജിക്കും കാണിച്ച് മാഞ്ഞു പോയെന്നാ എൻ്റെ സംശയം. അല്ലെങ്കിൽ പിന്നെ ഒരു കുടിസ് റോഡിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റൂ? അതും 2 സൈഡിൽ നിന്നും ഒരേ സമയം പോലീസ് വണ്ടി വരുമ്പോൾ? അത് നമ്മൾ പ്രതീക്ഷിക്കണം ജോൺ. ചിലപ്പോൾ അയാളൊരു മാജിക്കാരനാണെങ്കിലോ? സർ, ചുമ്മാതാടോ. ബാക്കി ഡീറ്റെയിൽസ് പറ. അയാളുടെ കുടുംബം, വല്ല മിസ്സിംഗ് കേസും? അയാളുടെ ഭാര്യ മരിച്ചു പോയതാണ് സർ. കല്യാണപ്രായമായ 2 മക്കളുണ്ട്. രണ്ടും രാഷ്ട്രീയത്തിൽ ഭാവി കണ്ടെത്താൻ നടക്കുന്നു. അയാളെ കാണാതായി 7-ാം ദിവസമാണ് ബോഡി കിട്ടി. ഓക്കെ ജോൺ. എല്ലാ കേസുകളും ഒരുപോലെ. ഒരാൾ തന്നെ ഒരേ രീതിയിൽ ചെയ്ത 5 കൊലപാതകങ്ങൾ. അതും 5 സ്ഥലങ്ങളിൽ. 5 പേരും വ്യത്യസ്ത മേഖലയിലുള്ളവർ. ആരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരെ കണക്ട് ചെയ്യുന്ന യാതൊരു ലിങ്കും കിട്ടിയില്ല. അതെ സർ. ബാക്കി ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. സാക്ഷികളുടെ മൊഴിയെടുക്കുന്ന വീഡിയോ, ബോഡിയുടെ ഫോട്ടോസ്, വീഡിയോസ്, ക്രൈം സീനിന്റെ ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ എല്ലാം ഇതിലുണ്ട്. താങ്ക് യു ജോൺ. താങ്കളുടെ സഹകരണത്തിന് വളരെയധികം നന്ദി. നിങ്ങളെക്കാൾ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന് വിചാരമൊന്നും എനിക്കില്ല കേട്ടോ. ഭരിക്കുന്നവരല്ലേ തീരുമാനിക്കുന്നേ ആരന്വേഷിക്കണമെന്ന്. ഇതും അങ്ങനെ കണ്ടാൽ മതി. ഹേയ്, ഇറ്റ്സ് ഓക്കെ സർ. ഞാൻ വെറുതെ ഇത്രയും നേരം സംസാരിച്ചത് ഒഫീഷ്യൽ. ഇനി അൺഒഫീഷ്യലായ ഒരു കാര്യം. ഇന്നെൻ്റെ മോളുടെ പിറന്നാളാണ്. അവൾക്ക് ചെറുതായൊരു പാർട്ടി കൊടുക്കുന്നുണ്ട്. താനത് കേട്ടല്ലോ. ഫ്രീ ആണെങ്കിൽ വരണം. നമുക്കൊന്ന് കൂടാം. എന്തേ? വരാം സർ.
ഈ ജഗന്നാഥൻ സാറിനെ വരച്ച വരയിൽ നിർത്തുന്ന സാറിന്റെ കല്ലുമോളെ എനിക്കൊന്ന് കാണണം. ഹാ, ഓക്കെ ജോൺ. എന്നാ ഞങ്ങൾ ഇറങ്ങുവാണ്, വൈകിട്ട് കാണാം. രുദ്രനും ജഗനും ജോണിന് കൈകൊടുത്ത് ഫയലും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്ദിന് DGP സാറിനെ കാണാൻ പോകുന്നോ? അതോ അയ്യോ, DGP സാറിനെ ഫോൺ വിളിച്ചാലും കിട്ടും. തടികേടാകാതെ രക്ഷപ്പെടാൻ നല്ലത് വീട്ടിലേക്ക് പോകുന്നതാ. എന്നാ ബാ. അവർ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ച് യാത്ര ആരംഭിച്ചു, അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലേക്ക്. ഈ സമയം ഡോക്ടർ അലക്സിന്റെ മുറിയിൽ കണ്ണീരോടെ ആ അമ്മ മനസ്സ് തുറക്കുകയായിരുന്നു. ഡോക്ടർ അലക്സ് ആലീസ് ടീച്ചറെ തന്നെ നോക്കിയിരുന്നു. പണ്ടൊരിക്കൽ ആൽവിനെ കാണാൻ കോളേജിൽ വന്ന സ്ത്രീ. ഒരു ചെറിയ ചെളിവ് പോലും വീഴാത്ത ഭംഗിയായി ഒതുക്കിയെടുത്ത സാരിയും കഴുത്തിൽ സ്വർണത്തിൽ തീർത്ത കൊന്തയും മുഖത്തെ കണ്ണടയും നേരിയ നരവീണ് തുടങ്ങിയ ചീകി ഒതുക്കിയ മുടിയും വെളുത്ത വട്ടമുഖവും ആഠ്യത്യം നിറഞ്ഞ തലയെടുപ്പോടെയുള്ള അവരുടെ വരവ് കണ്ട് അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി. പിന്നീട് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ആൽവിൻ പറഞ്ഞതായി ഓർക്കുന്നു. എൻ്റെ മമ്മിയെ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങനെയാണ് കാണാറുള്ളത്. വീട്ടിലെ പണികളും തൊടിയിലെ ചെറിയ കൃഷിത്തോട്ടവും നോക്കി നടത്തുന്ന മമ്മിയെ ഒരിക്കലും മുഷിഞ്ഞ വേഷത്തിൽ കണ്ടിട്ടില്ല. എപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ മമ്മി അതീവ ശ്രദ്ധ കൊടുത്തിരുന്നു. പണ്ടൊരിക്കൽ മമ്മിയെപ്പറ്റി വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുനാൾ മുതലേ മമ്മി അങ്ങനെയാണെന്ന്. ആൽവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. സ്കൂൾ ടീച്ചർ, വീട്ടമ്മ, കർഷക, എല്ലാ മേഖലയിലും കഴിവുകൾ ഉപയോഗിക്കുന്ന അധ്വാനിക്കുന്ന ആലീസ് ടീച്ചർ തിരക്കിനിടയിലും വൃത്തിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു. അതുപോലെ ജീവിതചര്യയിലും മുടങ്ങാതെ യോഗ പരിശീലിക്കുന്ന പപ്പയും അമ്മയും അവരുടെ കൂടെ കുഞ്ഞുനാൾ മുതൽ യോഗ ചെയ്തു തുടങ്ങിയ ആൽവിൻ. അതൊക്കെയും അഭിമാനത്തോടെ പറയുന്ന ആൽവിനോട് അസൂയയായിരുന്നു. പണമുണ്ടാക്കാൻ അമേരിക്കയിൽ നഴ്സായി ജോലി ചെയ്യുന്ന അമ്മയുടെയും ബിസിനസ് ആവശ്യങ്ങളെന്ന് പറഞ്ഞ് ലോകം ചുറ്റുന്ന അച്ഛൻ്റെയും മകനായ അലക്സിന് അസൂയ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആൻറ്റി, അലക്സ് ഡോക്ടർ അത്രയും സ്നേഹത്തോടെ അമ്മയോടെന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. അന്ന് മെഡിക്കൽ കോളേജിൽ ഞാൻ വന്ന് 3-ാം ദിവസമാണ് എൻ്റെ റൂംമേറ്റായ ആൽവിനെ ആൻറ്റിയും മകളും ചേർന്ന് കൊണ്ടുവന്ന് വിട്ടത്. അന്ന് ആദ്യമായി കണ്ട നിമിഷം മുതൽ നീണ്ട 5 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അന്നൊക്കെ അവനെ കാണാൻ വന്ന അവൻ്റെ കൂടെ ഞാൻ വീട്ടിൽ വന്ന് കണ്ട ആൻറ്റിയുടെ നേരിയ ചായ പോലും ഇല്ല ഇപ്പോൾ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ ഞാൻ മമ്മിയുടെ അടുത്തേക്ക് ഹയർ സ്റ്റഡീസിനായി പോകുമ്പോൾ അപ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താണ് ഈ വേഷം? എങ്ങനെ ഈ അവസ്ഥയിൽ? ആൽവിൻ, അവനെന്താ സംഭവിച്ചേ? ശരിയാ മോൻ പറഞ്ഞത്. ഒന്നും ഇങ്ങനെയായിരുന്നില്ല. അന്നങ്ങനെ ഒരു ദിവസം ഉണ്ടാവാതിരുന്നെങ്കിൽ ഒന്നും ഇങ്ങനെ ആവില്ലായിരുന്നു. എന്തുണ്ടായി? പറയൂ ആൻറ്റി. ഞാനും ആൽവിനെ പോലെയല്ലേ, ആൻറ്റിയുടെ മകനാണെന്ന് കരുതി തന്നെ പറഞ്ഞോളൂ. മോൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു തന്നെയാ ഇവിടേക്ക് വന്നേ. ഞങ്ങളെ സഹായിക്കാൻ മോന് മാത്രമേ സാധിക്കൂ. ആൽവിനെ, അവനെ മോൻ രക്ഷിക്കണം. ആൽവിൻ എന്താ പറ്റിയെന്ന് പറയൂ. ആൻറ്റി വിഷമിക്കാതെ, ഞാനുണ്ടാവും കൂടെ. പറയാം മോനെ, ഞാനെല്ലാം പറയാം. അതേസമയം തൊടുപുഴയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ബൊലേറോ ഈരാറ്റുപേട്ടയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നു. അവിടെ റോഡുകളിൽ എന്നും തിരക്കാണ്. ടൗൺ കടന്നൊരു റൂട്ടിൽ കയറണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. അങ്ങനെയുള്ള ഈരാറ്റുപേട്ടയിലൂടെയാണ് വെടിയുണ്ട പോലെ ആ വാഹനം പാഞ്ഞു പോകുന്നേ. അരുവിത്തറ പള്ളി കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി റൂട്ടിലേക്ക് കയറിയ വണ്ടി സ്പീഡ് കുറയ്ക്കുന്നില്ല എന്ന് കണ്ട് കോ ഡ്രൈവർ സീറ്റിലിരുന്ന ജഗൻ ഡ്രൈവ് ചെയ്ത രുദ്രനെ നോക്കി. രുദ്ര, പതിയെ, ഒരു പോലീസുകാരൻ നീ തന്നെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച സാധാരണ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹേയ് നാഥൻ, എന്തേലും പറഞ്ഞോ? ആഹാ, സാറി ലോകത്തൊന്നും അല്ലേ. ആ സൈഡ് ഒതുക്കി ഒന്ന് വണ്ടി നിർത്തിക്കേ. എന്തിന്? നേരെ ചൊവ്വ ഓടിച്ചാൽ തന്നെ നമ്മുടെ റോഡിൽ ഡെയിലി ആക്സിഡന്റ് എത്ര എണ്ണ. അതിനെ കൂടി ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാലേ. എൻ്റെ രഞ്ജു, കല്ലുമോള്, പിന്നെ രഞ്ജുവിൻ്റെ വയറ്റിലെ എൻ്റെ വാവ, അവരെയൊക്കെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതിന് ഞാനെന്ത് ചെയ്തെന്നാ? അത്യാസന്ന നിലയിലുള്ള രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസ് പോലെ പറപ്പിച്ച് വിട്ട് വന്നത് എന്തിനാ? അതും പോരാഞ്ഞിട്ട് ചോദിച്ചതിനോട് ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന മാതിരി സംസാരവും അത്രയും പോരെ? എൻ്റെ പൊന്നു ജഗന്നാഥൻ സാറേ, ഞാനിനി മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോളാം, പോരെ? മതി. അല്ല, എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? കേസിൻ്റെ കാര്യമാണോ? അതോ നാളെ ജോയിൻ ചെയ്യുന്ന അസിസ്റ്റൻസ് എപ്പോഴെത്തുമെന്നാണോ? ഊതല്ലേ മോനെ നാഥാ. ഇതൊക്കെ ഒരു ഊത്താണോ രുദ്ര? ശരിക്കുള്ളത് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ജോൺ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിനക്കെന്തു തോന്നി? ജഗന്റെ ചോദ്യം കേട്ട് രുദ്രൻ തിരിഞ്ഞ് ജഗനെ നോക്കി. പിന്നെ എതിരെ വരുന്ന വാഹനങ്ങളെ നോക്കി ഡ്രൈവ് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം, നാഥാ, ഈ കേസ് ചിലപ്പോ പെട്ടെന്ന് ഉത്തരം കിട്ടിയേക്കും. പക്ഷേ ഒരിക്കലും ഉത്തരം കിട്ടാതെ പോകാനും ചാൻസ് ഉണ്ട്, അല്ലേ രുദ്ര? നമുക്ക് നോക്കാം. എവിടെ വരെ പോകുമെന്നറിയാം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ്. ഇപ്പൊ അത്യാവശ്യം ചിന്തിക്കേണ്ട മറ്റൊന്നുണ്ട്. മനസ്സിലായി. അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്.
എന്റെ നാഥാ, നീ ആ ജിൻഡോയുടെ പരിപ്പെടുക്കുവല്ലേ. അവൻ കൂടിയുണ്ടെന്ന് വെച്ച് ഇങ്ങനെ നിലം തൊടാതെ ഓടിക്കല്ലേ. അവനൊരു കുടുംബമൊക്കെ ഉള്ളതാ. അതിന് ഞാനെന്ത് ചെയ്തെന്നാ? അല്ലിമോളെ പോലെ തന്നെ കല്ലിമോളും ജിൻഡോയ്ക്ക് ജീവനാ. മോൾക്ക് വേണ്ടി അവൻ ഓരോന്ന് ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ, അത് പറ്റില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാറില്ല. അവന് ടാക്സി ഓടിക്കുന്നതല്ലാതെ പറയത്തക്ക പണിയൊന്നുമില്ല. നമുക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അവന്റെ വീട്ടിലേക്കുള്ള ഒരു ദിവസത്തെ വരുമാനമാണ് ഇല്ലാതാവുന്നേ. അതെനിക്കും അറിയാൻ രുദ്ര. അതുകൊണ്ട് തന്നെയാ സ്കൂളിലെ ടീച്ചറോട് പറഞ്ഞ് അവന്റെ മോന് പഠിക്കാനുള്ള ചെലവുകൾ മുഴുവൻ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറയിച്ചത്. ആ, അതേതായാലും നന്നായി. പിന്നെ നിനക്ക് അവന്റെ ഭാര്യ അറിയോ? പിന്നെ അറിയാതെ, അവന്റെ കൂടെ വീട്ടിലൊക്കെ വരാറുണ്ടല്ലോ. അതല്ലെന്നതാ, മറ്റൊരു വിധത്തിൽ നീ അവളെ അറിയും. മറ്റൊരു വിധത്തിലോ? മനസ്സിലായില്ല. CI സുനിൽകുമാറിനെ ഓർക്കുന്നുണ്ടോ? ഏത്? ഗൗരി മഠ കേസിലെ? ആ, അത് തന്നെ. ആ കേസിൽ തോറ്റുപോകുമായിരുന്ന അവസരത്തിൽ ജഗന്നാഥിന് ദൂതുമായി വന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ CI സുനിൽകുമാർ. അയാളെ മറക്കാൻ പറ്റുമോ? അല്ല, അയാളും ജിൻഡോയുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം? ആ സുനിലിന്റെ ഇളയ സഹോദരിയാണ് ജിൻഡോയുടെ ഭാര്യ സ്നേഹ. റിയലി? സംഗതി ലവ് മാരേജ് ആയിരുന്നോ? ഓഹോ, അപ്പോൾ ജഗന്നാഥൻ സാറിന് കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ? കണ്ണിനൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്താ? പണ്ട് നമ്മുടെ സേവിച്ചന്റെ അപ്പന്റെ കൊലപാതകവും അതിന്റെ അന്വേഷണവും സേവിച്ചന്റെ കല്യാണവും അങ്ങനെ കുറെ കഥകളുണ്ട്. ജോസിറ്റയുടെ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പാവം, ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിച്ച കഷ്ടപ്പാട്. അപ്പനെയും അമ്മയും കൂടെപ്പിറപ്പുകളെയും കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെട്ട പാവം പെണ്ണ്. പിന്നെ സേവിച്ചന്റെ പരാക്രമവും. എന്നാലും പാവത്തിന് അവസാനം നല്ലൊരു ജീവിതം കിട്ടി. അതാ ഒരാശ്വാസം. ആ, ഈ ജോസിറ്റയുടെ ചേട്ടന്മാരില്ലേ, കൊല്ലപ്പെട്ട ജോയലും ജെയ്സനും. ആ ജോയലിന്റെ കാമുകിയായിരുന്നു സുനിലിന്റെ മൂത്ത സഹോദരി സിമി. അവരുടെ കല്യാണം ഉറപ്പിച്ചു. കൂടെ രണ്ടാമത്തെ സഹോദരി സനയെ ജെയ്സനും ഉറപ്പിച്ചു. വിവാഹത്തിന് കുറച്ചു നാളുള്ളപ്പോഴായെല്ലാം. ജോയൽ മരിച്ചതറിഞ്ഞ സിമി ആത്മഹത്യ ചെയ്തു. രാവിലെ ഉണർന്നപ്പോൾ കൺമുന്നിൽ തൂങ്ങി നിൽക്കുന്ന കൂടപ്പിറപ്പിനെ കണ്ട സനയ്ക്ക് ജെയ്സൺ മരിച്ച ദുഃഖത്തിൽ നിന്ന് മോചിതയാകും മുന്നേ ആ ഒരു ആഘാതം കൂടി താങ്ങാൻ കഴിഞ്ഞില്ല. മാനസികമായി തകർന്ന സന മെന്റൽ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഏറ്റവും ഇളയതാണ് സ്നേഹ. ജോസിറ്റയുടെ നിർബന്ധമായിരുന്നു ആ വിവാഹം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. സുനിലിന്റെ ഇളയ സഹോദരി എന്ന് പറയുമ്പോൾ നഴ്സിംഗ് പഠിക്കുന്നെന്ന് പറഞ്ഞ കുട്ടിയാണല്ലേ? ഉം അതൊക്കെ അവിടെ നിൽക്കട്ടെ. പാർട്ടി എവിടെ? എങ്ങനെ? അതെന്തെങ്കിലും അറിയാമോ? ഇത്തവണ ഒരു ചേഞ്ച് വേണം. അതുകൊണ്ട് സേവിച്ചന്റെ വീട്ടിലാ റെഡിയാക്കി. ഞാനൊരു റിസോർട്ട് നോക്കാനാ പറഞ്ഞേ. അപ്പോഴാ സേവിച്ചൻ കയറി ഇടപെട്ട് അവന്റെ വീട്ടിലേക്ക് മാറ്റി. എന്തായാലും കല്ലുമോൾക്ക് സർപ്രൈസ് കൊടുത്താൽ മതി. ഒരുപാട് ആളുകളൊക്കെ വന്നാ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അതിന് പുറത്തുനിന്ന് ആകെ ജോണിനെയും മാത്രം വിളിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മളൊക്കെ തന്നെ. കല്ലു പിണങ്ങിയാൽ പിന്നെ മനസ്സമാധാനം ഉണ്ടാവില്ല. എത്ര വേഗത്തിലാ മാറ്റങ്ങൾ അല്ലേ നാഥ? കുട്ടികളൊക്കെ ആയാലും ഇങ്ങനെയാണല്ലേ? അതിന്റെ സുഖമൊന്ന് വേറെ തന്നെ, അനുഭവിച്ചാലേ അറിയൂ. ഉടനെ തന്നെ പൊന്നുമോനും അതൊക്കെ അറിഞ്ഞോളൂ. പത്മസരോവരം എന്നെഴുതിയ ഗേറ്റ് കടന്ന് രുദ്രനും ജഗനും വന്ന വണ്ടി മുറ്റത്തേക്ക് കയറി വന്നത് സിറ്റൗട്ടിൽ ചൂരൽ ഊഞ്ഞാലിൽ ഇരുന്ന ഒരാൾ കണ്ടു. തോളൊപ്പം നീളമുള്ള മുടി രണ്ടായി കെട്ടി ഉണ്ടക്കണ്ണുകളിൽ കൺമഷി എഴുതി. 12 വയസ്സിന്റെ പൊക്കമില്ലാത്ത അത്യാവശ്യം തടിച്ചൊരു പെൺകുട്ടി. മുട്ടോളം എത്തുന്ന ബ്ലൂ ജീൻസ് 3/4 ബനിയനും ഇട്ട അവളെ കണ്ടാൽ ഒരു ടെഡ്ഡി ബിയർ പോലെ ക്യൂട്ടായിരുന്നു. വീർത്ത കവൾ ഒന്നുകൂടി വീർപ്പിച്ച് അവൾ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോകുന്നത് വണ്ടിയിലിരുന്ന് തന്നെ രുദ്രനും ജഗനും കണ്ടു. രുദ്ര, കാര്യം കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. ആള് ഭയങ്കര ദേഷ്യത്തില. ഇതിന്റെ അപ്പുറം ചവിട്ടിത്തുള്ളുന്ന കണ്ണനെ മയക്കുന്ന ജഗന്നാഥൻ തന്നെയാണോ ഈ പറയുന്നേ? ആ, അതെനിക്കിഷ്ടപ്പെട്ടു. ഒരു കൈ നോക്കാം, വാ. ജഗനും രുദ്രനും വണ്ടിയിൽ നിന്നിറങ്ങും മുമ്പേ സിറ്റ് ഔട്ടിലേക്ക് ശിവ ഇറങ്ങി വന്നു. ശിവയുടെ ഡ്രസ്സിന് മുകളിൽ ഒന്തി നിൽക്കുന്ന വയറിലേക്ക് നോക്കി ജഗൻ പുഞ്ചിരിച്ചു. അത് കണ്ട ശിവയുടെ കവിളുകളിൽ ചുവപ്പ് പടർന്നു. രുദ്രൻ നിൽക്കുന്നത് കണ്ട് സമർത്ഥമായി അവളത് ഒളിപ്പിച്ചു. കല്ലു ദേഷ്യത്തിനാണല്ലോ കണ്ണാ. അത് ഒതുക്കാൻ വല്ല വഴിയുണ്ടോ? പിന്നെ ഞാനല്ലേ അത് ഒതുക്കാൻ പോകുന്നേ. അതൊക്കെ വേണേൽ അച്ഛനും മോളും കൂടി തീർത്തോടും. കൊഞ്ചിച്ച് വഷളാക്കി വെച്ചത് അച്ഛൻ തന്നെയല്ലേ. ഇതിലൊന്നും ഇടപെടാൻ ഞാനില്ല. കേട്ടല്ലോ രുദ്ര, ഇടപെടാൻ വരില്ലെന്ന്. എന്റെ പൊന്നോ, നിങ്ങളുടെ രണ്ടിന്റെ ഇടയിൽ വന്ന് പെട്ടാ എന്താണ് അവസ്ഥയെന്ന് എനിക്ക് പണ്ടേ അനുഭവം ഉള്ളതാ. ഇനിയും പെടാൻ ഞാനില്ല. ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. കണ്ണാ, ഒരു കോഫി കിട്ടിയാൽ കൊള്ളാം. ചേട്ടച്ച കുളിച്ചിട്ട് വാ, ഞാൻ കോഫി എടുത്ത് വെക്കാം. പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രനകത്തേക്ക് കയറിപ്പോയി. എടി ഭാര്യയെ, എടുക്കുമ്പോൾ എനിക്കും കൂടി ഒരു കോഫി എടുത്തോ. ഫുൾ എനർജി ഇപ്പോൾ തന്നെ തീരും. അതിനുള്ള വഴിയൊക്കെ അകത്തേക്ക് പോയ മുഖത്തുണ്ടായിരുന്നു. വേഗം ചെല്ല്, മുറിയിലേക്ക് കയറി പോയിട്ടുണ്ട്. ശിവയുടെ കവളിൽ സ്നേഹത്തോടെ തടവിക്കൊണ്ട് ജഗനും അകത്തേക്ക് നടന്നു. പിന്നാലെ ശിവയും. ഹാളിലെത്തിയ ജഗൻ ശിവയെ നോക്കി കണ്ണിറുക്കി കാണിച്ച് സൈഡിലുള്ള മോളുടെ മുറിയിലേക്ക് നടന്നു. ജഗൻ പോകുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് ശിവ അടുക്കളയിലേക്കും പോയി.
ജഗൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മുറിയുടെ ജനാലക്കലിൽ സ്റ്റഡി ടേബിളിനോട് ചേർന്നുള്ള കസേരയിലിരുന്ന് ടേബിളിലിരിക്കുന്ന തുറന്നുവെച്ച ബുക്കിൽ കുത്തിവരച്ചു കൊണ്ടിരുന്ന മോളെ കണ്ടു. ജഗൻ വന്നെന്ന് മനസ്സിലായ കല്ലുമോൾ ശക്തിയായി ബുക്കിൽ കുത്തിവരച്ചു. ജഗൻ പുഞ്ചിരിയോടെ മോളുടെ അടുത്ത് വന്നു. അച്ഛയുടെ പൊന്നു പിണങ്ങിയോ? സോറിടാ, അത്രയ്ക്ക് അത്യാവശ്യം വന്നുകൊണ്ടല്ലേ അച്ഛ പോയേ? എന്നിട്ട് ഓടി വന്നില്ലേ? ഇന്നെൻ്റെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അച്ഛയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. മോളുടെ കൂടെ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞതും ഓർമ്മയുണ്ട്. അച്ഛ ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വന്ന ഉടനെ നമുക്കിറങ്ങാം. ചുറ്റിയടിച്ച് രാത്രി തിരിച്ചു വരാം, അതുപോരെ? ജഗന്നാഥൻ എന്ന അച്ഛൻ്റെ കൊഞ്ചലും സ്നേഹവുമെല്ലാം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അതിനൊന്നും കല്ലുമോളുടെ പിണക്കം മാറ്റാനായില്ല. അവസാനം ജഗൻ വജ്രായുധം തന്നെ പ്രയോഗിച്ചു. കല്ലുമോളുടെ ഏക വീക്ക്നെസ് ആഞ്ചലീന, അന്ന സേവ്യർ എന്ന അല്ലിമോൾ. കല്ലുമോളുടെ സുഹൃത്തും ചേച്ചിയും റോൾ മോഡലും എല്ലാം അല്ലിയാണ്. ആ പേരിൽ കല്ലുമോൾ വീഴുമെന്ന് ജഗന് ഉറപ്പായിരുന്നു. അതുതന്നെ സംഭവിച്ചു. അച്ഛൻ സേവിച്ചനെ വിളിച്ചിരുന്നു. അല്ലിമോളെയും കൂടെ വിടാന്ന് സേവിച്ച് സമ്മതിച്ചിട്ടുണ്ട്. കല്ലുമോളെ കൂട്ടി വേഗം വരാമെന്ന് പറഞ്ഞ അച്ഛൻ വന്നേ. ഇപ്പോൾ അല്ലിമോള് റെഡിയായി നിൽക്കുമായിരിക്കും. ഷോ, കഷ്ടായല്ലോ. ആ സാരില്ല, കല്ലുമോക്ക് വരാൻ ഇഷ്ടമല്ലെന്ന് അച്ഛൻ അല്ലിമോളെ വിളിച്ച് പറഞ്ഞേക്കാം. ജഗൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് വിളിക്കാൻ പോകുന്ന പോലെ കാണിച്ചതും കല്ലുമോൾ ഫോണിൽ പിടുത്തുവിട്ടു. അല്ലിയോട് വരുന്നില്ലെന്ന് പറയണ്ട, നമുക്ക് പോകാം. ഏ, അപ്പോൾ അച്ഛയുടെ പിണക്കം മാറിയോ? പിണക്കൊന്നും മാറിയിട്ടില്ല, എന്നാലും പോകാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, അച്ഛ വേഗം കുളിച്ചു വരാം. മോള് നമ്മൾ വാങ്ങിയ ആ പുതിയ ഡ്രസ്സിട്ട് റെഡിയായി നിൽക്ക്. കല്ലുമോള് തലയാട്ടി. ജഗൻ മുറിവിട്ടിറങ്ങുന്നതും കാത്ത് ശിവ പുറത്തുണ്ടായിരുന്നു. അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ച് ജഗൻ മുറിയിലേക്ക് പോയി. ശിവ 2 കപ്പ് കോഫിയുമായി ഹാളിലേക്ക് വന്നപ്പോൾ രുദ്രൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നു. ജഗൻ അപ്പോഴും മുറിയിൽ തന്നെയായിരുന്നു. രുദ്രനുള്ള കോഫി കൊടുത്തിട്ട് ശിവ ജഗനുള്ള കോഫിയുമായി മുറിയിലേക്ക് പോയി. അവൾ മുറിയിൽ ചെല്ലുമ്പോൾ ജഗൻ കുളി കഴിഞ്ഞിറങ്ങുന്നതേയുള്ളൂ. രഞ്ജു, പുതിയ കേസ് കുറച്ച് കുഴപ്പം പിടിച്ചാണ്. കേട്ടിടത്തോളം ഊണുറക്കമൊന്നും തന്നെ നേരത്തെ നടക്കണമെന്നില്ല. എൻ്റെ മോള് ഈ അവസ്ഥയിൽ കൂടെ ഉണ്ടാവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നോട് വെറുപ്പ് തോന്നരുത്, പ്ലീസ്. ഹേയ്, എന്താണ് നാഥൻ? എനിക്ക് വെറുപ്പ് തോന്നാനോ? അതും എൻ്റെ ഈ കെട്ടിയവനോട്? ഒരിക്കലുമില്ല. പണ്ടൊരു പിണക്കം വന്നതിൻ്റെ ഒരുപാട് നാൾ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തതാ. പിന്നെ ജോലി പോലീസിലാകുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളിലെല്ലാം കൂടെ ഉണ്ടാവാൻ കഴിഞ്ഞെന്ന് വരില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. മനസ്സമാധാനത്തോടെ അന്വേഷണം ആരംഭിച്ചോളൂ. എത്ര കുഴപ്പം പിടിച്ച കേസായാലും എൻ്റെ നാഥനെ കൊണ്ടത് തെളിയിക്കാൻ പറ്റും. എനിക്കതിൽ ഉറപ്പുണ്ട്. പിന്നൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ദേ ഈ ആളെയും ചേർത്ത് 3 പേരുണ്ട് കാത്തിരിക്കാൻ. ഒരു പോറൽ പോലും ഏൽക്കാതെ ഇങ്ങ് തിരിച്ചു വന്നേച്ചാൽ മതി. നിറഞ്ഞു വന്ന കണ്ണുകളെ ശിവയിൽ നിന്ന് മറയ്ക്കാനായി ജഗൻ അവളെ വിട്ടുമാറി കബോർഡ് തുറന്ന് ശിവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് കട്ടിലേക്ക് ഇട്ടു. ഞാൻ റെഡിയാവട്ടെ, നീയും വേഗം റെഡിയായിട്ട് വാ. ശിവയോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ധൃതി ഡ്രസ്സ് മാറി കണ്ണാടിയിൽ നോക്കി മുടിയും ചുക്കി കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് ജഗൻ മുറിക്ക് പുറത്തേക്ക് പോയി. ഹാളിൽ മൊബൈലിൽ എന്തോ നോക്കുകയായിരുന്ന രുദ്രന്റെ അടുത്ത് ചെന്നിരുന്നു. സോൾവ് ആയോ? എവിടെന്ന്? ഒരുവിധം പുറത്തു പോകാൻ സമ്മതിച്ചു. ബാക്കിയൊക്കെ അവിടെ എത്തുമ്പോൾ അറിയാം. അല്ല, നീയത് ഇത്ര കാര്യമായി ഫോണിൽ നോക്കിയിരിക്കുന്നേ? വല്ല മെസ്സേജും വന്നോ? അയ്യടാ, വടിച്ച കോമഡി. ഞാൻ പഴയൊരു കേസിന്റെ ഡീറ്റെയിൽസ് നോക്കിയതാ. പഴയ കേസോ? ജഗൻ ചോദിക്കാൻ തുടങ്ങും മുന്നേ വാതിൽ തുറന്ന് കല്ലുമോൾ ഇറങ്ങി വന്നു. മുട്ടിന് താഴെ ഇറക്കമുള്ള പീനട്ട് ബട്ടർ കളർ റോക്കും അഴിച്ചിട്ട തോളൊപ്പമുള്ള മുടിയിൽ ഡ്രസ്സിലുള്ള അതേ പൂക്കൾ വെച്ച് ഇലാസ്റ്റിക് ഹെയർ ബാൻഡും വെച്ച് വാലിട്ട് കണ്ണെഴുതിയ കൊച്ചു സുന്ദരി. അച്ഛയുടെ പൊന്ന് സുന്ദരിയായാലോ? പക്ഷെ ജഗന്റെ പുകഴ്ത്തലൊന്നും അവിടെ ഏറ്റില്ല. മാമന്റെ കല്ലുമോള് വന്നേ, മാമനൊരു രഹസ്യം പറയാം. എനിക്കൊരു രഹസ്യം കേൾക്കണ്ട. രണ്ടാളും ചേർന്ന് രാവിലെ തന്നെ എന്നെ പറ്റിച്ചു മുങ്ങിയിട്ട് ഇനി രണ്ടാളോടും കൂട്ടുകൂടുന്ന പ്രശ്നമില്ല. ഞാനേ അല്ലിമോളോട് മാത്രമേ ഇനി കൂട്ടുള്ളൂ. വീർത്ത കവൾ ഒന്നുകൂടി വീർപ്പിച്ച് അവൾ രുദ്രനും ജഗനും ഇരുന്ന സെറ്റിയുടെ എതിർവശത്തായി വന്നിരുന്നു. അവർ വീട് പൂട്ടി താക്കോലെടുത്ത് ജഗനും ശിവയും വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിൽ കല്ലുമോളും സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഡോറ് തുറന്ന് ശിവയെ കയറ്റിയിരുത്തി ജഗനും കൂടെ കയറി. വണ്ടി ഗേറ്റ് കടന്നു പോകുമ്പോൾ അവരെ നോക്കി വീടിന് കുറച്ച് മാറി കറുത്ത ജാക്കറ്റ് ധരിച്ചൊരാൾ മരത്തിൽ മറഞ്ഞു നിന്നിരുന്നു. അവരുടെ വണ്ടി റോഡിൽ നിന്ന് മറഞ്ഞതും മരത്തിന് പിന്നിൽ നിന്ന് പുറത്തു വന്ന അയാൾ എതിർദിശയിലേക്ക് മെല്ലെ നടന്നു. ഒരു വളവ് തിരിഞ്ഞതും റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോ കണ്ട് അയാൾ വേഗത്തിൽ നടന്ന് ആ വണ്ടിയിൽ കയറി. സാവധാനം ആ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ അയാളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി പരതിക്കൊണ്ടിരുന്നു. ഈ സമയം അലക്സ് ഡോക്ടറുടെ മുറി. ടീച്ചർ ഒഴുകി വന്ന കണ്ണുനീർ പിഞ്ചിക്കീറിയ സാരിയുടെ തുമ്പിൽ തുടച്ചുകൊണ്ട് അലക്സ് ഡോക്ടറെ നോക്കി. പറഞ്ഞോളൂ ആൻറ്റി, എന്തു കാര്യമായാലും എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. പറയൂ. ഞങ്ങളെ സഹായിക്കാൻ മോന് കഴിയില്ല, എങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതിനായി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം.
ഞാൻ ആൽവിൻ്റെ അമ്മയെന്നേയും മോൻ അറിയൂ. അതല്ലാത്തൊരു ആലീസ് ടീച്ചർ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് പറയാം. മഹാറാണിയായി ജീവിച്ച ആലീസ് ടീച്ചർ ഒരു ഭിക്ഷക്കാരിയായ കഥ അതും പറയാം. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കുന്നക്കാട് എന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന പണക്കാരനും റബ്ബർ കർഷകനുമായ അവറാച്ചൻ്റെയും മറിയാമ്മയുടെയും 7 മക്കളിൽ ഏറ്റവും ഇളയവളായി ഞാൻ ജനിച്ചു. 6 മക്കൾ എനിക്ക് മുന്നേ ജനിച്ചെങ്കിലും അവർക്കാർക്കും 10 വയസ്സിന് മുകളിലേക്ക് വളരാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ചെറിയ പനിയുടെയും വീഴ്ചയുടെയും രൂപത്തിൽ 6 പേരും കർത്താവിലേക്ക് തിരിച്ചു പോയപ്പോൾ ആകെയുള്ള മോളെ എങ്ങനെയെങ്കിലും ജീവനോടെ വേണമെന്ന ആഗ്രഹത്തോടെ അവറാച്ചനും ഭാര്യയും ഒരു തീരുമാനമെടുത്തു. മകളെ കർത്താവിന്റെ മണവാട്ടിയാക്കാന്ന്. അത്ഭുതമോ ദൈവനിശ്ചയമോ, ഞാൻ ആരോഗ്യത്തോടെ തന്നെ വളർന്നു വന്നു. പഠിത്തത്തിൽ മിടുക്കിയായിരുന്നതുകൊണ്ട് തന്നെ ചാച്ചനും അമ്മച്ചിയും എന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ വിടുന്നതിൽ ഉത്സാഹം കാണിച്ചു. കൂടെ ഞാൻ കർത്താവിന്റെ മണവാട്ടിയാവണം എന്നവർ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ മനസ്സിനെ അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇഷ്ടവിഷയമായ ഇംഗ്ലീഷിൽ ബിരുദം നേടുന്നതിനായി ചങ്ങനാശ്ശേരി SNN ഹിന്ദു കോളേജിൽ ചേർന്നു. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു തുടങ്ങിയത്. കോളേജിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് റാഗിങ് എന്ന പേരും പറഞ്ഞ് കുറച്ചുപേർ എന്നെ തടഞ്ഞു നിർത്തി. ആദ്യം തവളച്ചാട്ടവും പാട്ടുപാടലൊക്കെ ആയി പോയിരുന്ന റാഗിങ് ഇടയ്ക്കെപ്പോഴോ ശരീരത്തിൽ കൈവച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ പേടിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിലെ പിടി മുഖത്തേക്ക് എത്തും മുന്നേ ഒരാൾ അവിടെ വന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ തോമസ് വർഗീസ്. അതൊരു തുടക്കമായിരുന്നു. ആപത്തിൽ നിന്നും രക്ഷിച്ച നായകനോട് നായികയ്ക്ക് പ്രേമം തോന്നിയെന്നല്ല, അന്ന് രക്ഷിച്ച പെൺകുട്ടിയോട് ആ നായകന് പ്രേമം. പലവിധത്തിലും എതിർത്തു. കർത്താവിന്റെ മണവാട്ടിയാക്കാൻ കാത്തിരിക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് പോലും പിന്മാറാതെ തോമസ് പിന്നാലെ കൂടി. ഫൈനൽ ഇയർ ആയതുകൊണ്ട് 1 വർഷം സഹിച്ചാൽ മതിയല്ലോ, പിന്നെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് വാർഷിക പരീക്ഷയും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്ക് എത്തിയ ഞാൻ തളർന്നു. കാരണം അവിടെയും തോമസ്. ബിരുദാനന്തര ബിരുദത്തിന് ചേർന്ന് വീണ്ടും 2 വർഷം. പക്ഷേ ആ 2 വർഷം കൊണ്ട് എൻ്റെ മനസ്സിൽ തോമസ് വേരുറച്ചുപോയി. ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും എതിർപ്പിനെ അവഗണിച്ച് തോമസിനൊപ്പം പോകുമ്പോൾ സുന്ദരമായൊരു ജീവിതം മാത്രമായിരുന്നു സ്വപ്നം. സാമ്പത്തികമായി എന്നെക്കാളും മുന്നിലായിരുന്നു തോമസിന്റെ കുടുംബം. എങ്കിലും അവരെന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വിവാഹം കഴിഞ്ഞ് അധികം നാൾ കഴിയും മുമ്പേ ഞാൻ ഗർഭിണിയായി. പക്ഷേ ആ കുഞ്ഞിന് 3 മാസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തടുത്ത് 2 തവണ കൂടി ഗർഭിണിയായി. എന്നാലും അതും അബോർഷനിൽ തന്നെ കലാശിച്ചു. മാനസികമായി തകർന്നു പോകുന്നുവെന്ന് കരുതിയ നേരത്താണ് ചാച്ചനും അമ്മച്ചിയും എന്നെ കാണാൻ വന്നത്. അതെനിക്ക് വളരെ ആശ്വാസമായി. പിന്നെയാണ് പഠിച്ച് ടീച്ചറായതും ജോലി കിട്ടിയതും. തോമസിന്റെ വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് ജോലി. പുതിയ വീട് വെച്ച് അവിടേക്ക് മാറിയതും ആ സമയത്തായിരുന്നു. ഇടയ്ക്കിടെ വന്നു പോകുന്ന ചാച്ചനും അമ്മച്ചിയും, പിന്നെ തോമസിന്റെ വീട്ടുകാരും, കൂടെ സ്കൂളിലെ കൊച്ചുകുട്ടികളും. അതായിരുന്നു എൻ്റെ ലോകം. അത് മനസ്സിലാക്കിയ തോമസ് എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന ആ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഗർഭിണിയായത്. സഹായം ചെയ്ത കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാവാം ആ കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അതാണ് എൻ്റെ മോൻ ആൽവിൻ. മോൻ ജനിച്ചിട്ടും മറ്റുള്ള കുട്ടികളെയും സ്വന്തമായി കണ്ട് സഹായിക്കാൻ മറന്നില്ല. ഞങ്ങളാൽ കഴിയും വിധം എല്ലാവരെയും സഹായിച്ചു. ആൽവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടറാവുക എന്നത്. അവൻ്റെ പപ്പയുടെ പേരിൽ തന്നെ ഒരു ആശുപത്രി തുടങ്ങാനും അതുവഴി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സാധാരണക്കാർക്ക് ആധുനിക ചികിത്സ സൗജന്യമായി നൽകാനും അവൻ ആഗ്രഹിച്ചു. അതിനായി മിടുക്കനായി പഠിച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ നേടി അവിടെ പഠിക്കാനെത്തി. പിന്നീടുള്ള കാര്യങ്ങൾ മോനും അറിയാലോ. അന്ന് നിങ്ങളുടെ ഹൗസ് സർജൻസി കഴിഞ്ഞ് നാട്ടിലെത്തിയ ആൽവിൻ ആശുപത്രി തുടങ്ങുന്നതിനായുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് പപ്പയോട് ആവശ്യപ്പെട്ടു. പപ്പയ്ക്കും പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷെ വിധി. ചെറിയൊരു തലചുറ്റലിന്റെ രൂപത്തിൽ തോമസിന്റെ ശരീരത്തിൽ കയറിക്കൂടിയ വലിയൊരു അസുഖം പുറത്തു വന്നു. ആൽവിനൊപ്പം സ്ഥലം കാണാനിറങ്ങിയ തോമസ് വഴിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആൽവിൻ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചതും. പരിശോധനയ്ക്കൊടുവിൽ മജ്ജയിൽ ക്യാൻസറാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടു നിൽക്കാനുള്ള ശക്തി എനിക്കുണ്ടായില്ല. ഒരു ഡോക്ടറായും മകനായും തോമസിന്റെ കൂടെ തന്നെ മാസങ്ങളോളം ചെലവിട്ടത് ആൽവിനാണ്. മറ്റെന്തിനേക്കാളും വലുത് പപ്പയാണെന്ന് പറഞ്ഞ് എല്ലാം വിറ്റുപിറകി തോമസിനെ ചികിത്സിച്ചു. 3 വർഷം കൂടി തോമസിന്റെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാം വിറ്റു തീർന്ന് ഒരു വാടക വീട്ടിൽ അഭയം തേടേണ്ടി വന്നു. എന്നിട്ടും തളരാതെ പിടിച്ചു നിന്നത് ആൽവിൻ കൂടെയുള്ളത് കൊണ്ടായിരുന്നു. തോമസ് പോയ ശേഷം ആൽവിനും ഞാനും മാത്രമുള്ള ലോകത്ത് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി. പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞ പിന്നെ എന്ത് കിട്ടാനാ? ആകെയുള്ള വരുമാനം ആൽവിന്റെ ജോലിയായിരുന്നു. അതും ചെറിയൊരു ക്ലിനിക്കിൽ. വാടകയും ചിലവും കഴിഞ്ഞാൽ മാസാവസാനം കടമില്ലാതെ ജീവിക്കുന്നു എന്ന് മാത്രം. എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ആ സമയത്താണ് അങ്ങനൊരു ദുരിതം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആൽവിൻ. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ചു ദൂരം നടക്കാനുണ്ട് വീട്ടിലേക്ക്. കാലം തെറ്റി പെയ്തൊരു മഴയിൽ
നനഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയായിരുന്ന ആൽവിനെ ഏതോ വണ്ടി ഇടിച്ച് നിർത്താതെ പോയി. ഇടിച്ചത് ഏത് വണ്ടിയാണെന്നോ ആരാണെന്നോ ഒന്നും അറിയില്ല. വഴിയെ ചോര വാർന്നു കിടന്ന എൻ്റെ മോനെ ആരോ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ആൽവിനെ മരണത്തിന് മുന്നിൽ നിന്ന് തിരിച്ചു കിട്ടിയത് ഈ അവസ്ഥയിലായിരുന്നു. പറഞ്ഞു തീർന്നതും ടീച്ചർ ഡോക്ടർ അലക്സിനെ നോക്കി. ആൻറ്റി, ഈ പറഞ്ഞതൊക്കെ ശരി. ആൽവിൻ ഈ അവസ്ഥയിലാകാനുള്ള കാരണവും ശരി. പിന്നീടുള്ള കഷ്ടപ്പാടും ജീവിതവും ഈ രൂപത്തിലാക്കിയതാണെന്നതും ശരി. പക്ഷേ മോനെ, ആ പക്ഷിയുടെ അർത്ഥം എനിക്കറിയാം. ഇനിയാണ് മോൻ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് മോന്റെ സഹായം വേണ്ടതും ആ കാര്യത്തിലാണ്. ടീച്ചർ എന്തോ പറയാൻ വന്നതും TV കണ്ടുകൊണ്ടിരുന്ന ആൽവിൻ ഉച്ചത്തിൽ അലറി വിളിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.